ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് എസ്തേറിൻ്റെ പുസ്തകം തുറക്കാം. വളരെ പരിചിതമായൊരു വേദഭാഗത്ത് നിന്നുകൊണ്ട് കർത്താവ് തന്ന ഓരോ ചിന്തകളെ പങ്കുവയ്ക്കട്ടെ. എസ്തേറിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൽ, എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂശ് വരെ ഫ്രം ഇന്ത്യ ടു എത്യോപ്യ 127 പ്രൊവിൻസസുള്ള അഹശ്വേരോശ് വാഴുന്ന കാലം. ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിൽ പോയി, എന്നാൽ 70 സംവത്സരം കഴിഞ്ഞ് അവരെ മടക്കി വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതിൻ്റെ വഴികൾ അവർക്കറിയാതിരുന്നു. എന്നാൽ പ്രവാചന പുസ്തകത്തിൽ നാം വായിക്കുന്നു, നിൻ്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിൻ്റെ വഴികൾ എൻ്റെ വഴികളിലും നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. പ്രവചന നിവൃത്തി എന്ന വണ്ണം പഴശ്ശി രാജാവായ കോരശിൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ പോകണം, പോയി ആലയം പണിയണം എന്ന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു റോയൽ ഓർഡറുമായിട്ട് അവരവിടുന്ന് പോരുകയാണ്. പോരുമ്പോൾ അവർക്ക് വേണ്ട സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ള ഓർഡറും കൊടുക്കുന്നു. പ്രദേശവാസികൾ അവർക്ക് ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുന്നു. അതെല്ലാമായിട്ട് വന്ന് ആലയം പണിയാനായിട്ട് തുടങ്ങുന്നു. ആലയം പണി തുടങ്ങുമ്പോൾ പ്രായമുള്ളവർ കരയുകയും കുഞ്ഞുങ്ങൾ ആർക്കുകയും ചെയ്യുന്നു. എന്നാൽ ആലയം പണി വീണ്ടും മുടങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയിൽ പുനരാരംഭിക്കുന്നു. അങ്ങനെ പുനരാരംഭിച്ച പണി തീരുന്നതിന് ശേഷം എസ്രാ ശാസ്ത്രി വരികയും ജനത്തെ പണിയുകയും ചെയ്യുന്നു. അങ്ങനെ ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ നെഹമ്യാവ് മതിൽ പണിയുവാനായിട്ട് വരുന്നതായിട്ട് നാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നു. ഹനാനിയും ചിലരും നെഹമ്യാവിൻ്റെ അടുക്കൽ ചെല്ലുകയും യെരൂശലേമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ വാതിലുകൾ തീവെച്ച് ചുട്ടും അതിൻ്റെ മതിലുകളെല്ലാം ഇടിഞ്ഞും കിടക്കുന്നു എന്ന് കേട്ടു. അപ്പോൾ താൻ ഇരുന്ന് കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. അങ്ങനെ നെഹമ്യാവ് വരികയും മതിൽ പണി ആരംഭിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരും താന്താന് കഴിയുന്നിടം വരെയുള്ള അറ്റകുറ്റങ്ങൾ തീർക്കപ്പെടുന്നു. എസ്രാ, നെഹമ്യാവ്. എന്നാൽ പ്രവാസത്തിൽ പോകാതെ തിരിച്ചു പോകാത്ത ഒരു കൂട്ടർ എസ്തേറിൻ്റെ പുസ്തകം, ആ ഒരു ചരിത്രമാണ് നമ്മൾ ഇവിടെ കാണുക. അങ്ങനെ ശൂശൻ രാജധാനിയിൽ വലിയൊരു വിരുന്ന് നടക്കുകയാണ്. 1-2 ദിവസമൊന്നുമല്ല, 180 ദിവസത്തിൻ്റെ ഒരു വിരുന്നാണ്. അത് സംഘടിപ്പിച്ച ആളോട് എനിക്കൊരു ബഹുമാനമുണ്ട്. കാരണം ഒരു 3 ദിവസത്തെ കൺവെൻഷൻ നടത്താൻ എന്തൊരു പേപ്പറാണ്. അപ്പോഴാണ് 180 ദിവസത്തെ മീറ്റിംഗ്. അത് വെറും മീറ്റിങ്ങൊന്നുമല്ല, ഇത്രയും വലിയ റോയൽ ആൾക്കാരെയൊക്കെ വിളിച്ച് അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ, അക്കോമഡേഷൻ കൊടുക്കണ്ടേ. അതിന് തന്നെ നമ്മളിപ്പോൾ ഒരു 2-3 ദിവസത്തെ, അതുകൊണ്ട് എനിക്കിന്ന് സത്യത്തിൽ ക്യാൻസൽ ചെയ്താൽ മോശമാകില്ലെന്ന് വെച്ചോണ്ടാണ്. കാരണം എഴുന്നേറ്റപ്പോൾ നിൽക്കാൻ വയ്യാൻ. അപ്പം പിന്നെ 180 ദിവസത്തെ മീറ്റിങ്ങൊക്കെ നടത്തുമ്പോൾ എന്തുമാത്രം കഷ്ടപ്പാടായിരിക്കും. എന്നാലും പ്രതാപമൊക്കെ കാണിച്ച് 180 ദിവസത്തെ വിരുന്ന്. അതിൻ്റെ ഒടുവിലാണ് രാജകീയ വിരുന്ന് നടക്കുകയാണ്. അത് ഉദ്യാനത്തിൽ വെച്ചാണെന്ന് എഴുതിയിട്ടുണ്ട്. ഉദ്യാന പ്രകാരത്തിൽ വെച്ച് 7 ദിവസം വലിയ വിരുന്ന് കാണും. ഈ 7 ദിവസം വിരുന്ന് വലിയ ഗംഭീരമായി വിരുന്ന് നടക്കുകയാണ്. ഈ സുൽത്താന്മാരോടൊപ്പം, പേർഷ്യൻ സുൽത്താന്മാരോടൊപ്പം അവിടെ ഉദ്യാനത്തിൽ വൈകുന്നേരം അവരോടൊപ്പം ഉലാത്തി വിരുന്നിൽ പങ്കുചേരുന്നതൊക്കെ അന്നത്തെ കാലത്ത് വലിയൊരു മനുഷ്യായുസ്സ് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ 7 ദിവസം അതിൻ്റെ ഉദ്യാനത്തിൽ വെച്ച് വിരുന്ന് നടക്കുകയാണ്. ആ വിരുന്ന് നടക്കുമ്പോൾ വെൺകൽ തൂണുകളിന്മേൽ വെള്ളി വളയങ്ങളിൽ ശണനൂലും ധൂമ്രനൂലും വെള്ളയും പച്ചയും നീലമായി ശീലകൾ തൂക്കി മാർബിൾ കല്ലിൽ പൊൻകസവ് കൊണ്ടും വെള്ളിക്കസവ് കൊണ്ടുള്ള മെത്തകളൊക്കെ ഉള്ള അവിടെ വലിയ വിരുന്ന് നടക്കുകയാണ്. പൊൻപാത്രങ്ങളിലാണ് കുടിപ്പാൻ കൊടുക്കുക. മദ്യപാനവും വിരുന്നും തകൃതിയായി പൊടി പൊടിക്കുക. ഇതിനിടയ്ക്ക് 7-ാം ദിവസം 10-ാം വാക്യം 1:10, 7-ാം ദിവസം രാജാവ് അടിച്ചു പൂസായി. ഈ രാജാക്കന്മാർ കുടിക്കാൻ പാടില്ല. സ്വാഭാവിക മദ്യപാൻ്റെ ചരിത്രങ്ങളെല്ലാം അവിടെ ഉണ്ട്. കുടിക്കണേ കൂട്ട് വേണം. കുറേ കൂട്ടുകാർ കിട്ടിയായിരുന്നു. അവരുടെ പേരവിടെ എഴുതിയിട്ടുണ്ട്. മെഹുമാൻ, ബിസ്ത, ഹർബോന, ബിഗ്ദ, അബക്ത, സയത്തർ, കർക്കശ്. വായിക്കൊള്ളാത്ത പേരാ. ആർക്കും ഇല്ലാത്ത പേരൊക്കെ പിള്ളേർക്കിടണമെന്നുള്ളവർക്ക് പറ്റിയ പേരാ. നീ തപ്പിയെടുത്ത് പേര് കൊണ്ടിടും. അപ്പോൾ ഓരോ പേരൊക്കെ കേൾക്കുമ്പോൾ എളിയവൻ അർത്ഥം ചോദിക്കുക, ഏത് ഭാഷയാണ്? ഇറ്റാലിയനാണെന്നാണ് തോന്നുന്നത്. അർത്ഥം എന്നാ?
വാസ്തവമൊക്കെ ഗൂഗിളിൽ നിന്ന് എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. പേരിടുമ്പം സൂക്ഷിക്കണേ. മൂത്തത് ഒരു ആൺകുഞ്ഞായിരുന്നു, അവരതിന് പേരിട്ടു അനീഷ് എന്ന്. രണ്ടാമത് അവർ പെൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു, ഒരു ആൺകുഞ്ഞിനെ ഇട്ടു പേര് സുനീഷ് എന്ന്, ഒപ്പിച്ചിട്ട പ്രാസം ഒപ്പിച്ച്. മൂന്നാമത് അവരൊരു പെൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു, കിട്ടിയ ഒരു ആൺകുഞ്ഞ് ഇട്ടു പേര് ഫിനിഷ്. അനീഷ്, സുനീഷ്, ഫിനിഷ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, വ്യക്ത നല്ല പേരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം കൂടി നിന്ന് മദ്യപിച്ചു. ഈ മദ്യപാനം എല്ലാം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കൊരു തോന്നൽ തോന്നി, ആരെ കൊണ്ടുവരണം? വസ്തിയെ കൊണ്ടുവരണം. നമുക്കെല്ലാം കുട്ടികളൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന വസ്തിയെ കൊണ്ടുവരണം തോന്നി. ഈ വസ്തിയെ കൊണ്ടുവരാൻ വേണ്ടി ആജ്ഞാപിച്ചു. എന്തിനാണ്? സൗന്ദര്യം പ്രദർശിപ്പിക്കാനാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സൗന്ദര്യം കാണിക്കേണ്ടതിന് വസ്തിയെ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ വസ്തി വീരോജ്വലമായ ഒരു നിലപാടാണ് എടുത്തതെന്നാണ്. ഭർത്താവിനെ അനുസരണക്കേടനൊന്നും അല്ല, അങ്ങനെ അല്ലത് വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതല്ലെന്നുള്ള നിലപാടെടുത്ത ഒരു പെൺകുട്ടിയുടെ പേരാണ് ആര്? വസ്തി, അല്ലേ? സൗന്ദര്യം ഒന്നും പ്രകടിപ്പിക്കരുത്. ഇന്ന് പ്രകടനങ്ങളുടെ ലോകം. ഓരോ ഇവൻറ്റുകൾക്കും ആർഭാടങ്ങളാണ്. ആർഭാടത്തിന് എന്തും ചെയ്യുന്നവരാണ് ശരാശരി മനുഷ്യരൊക്കെ. അത് അവർ കാണിച്ചുകൊണ്ട് അതിലും വലിയ ആർഭാടം. എന്നാൽ വ്യക്തിപരമായി എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയ ഒരു കാര്യം, വീടുകൾ പണിയുമ്പോൾ പോലും വലിയ ആർഭാടങ്ങൾ കാണിക്കാതെ നീഡ് ബേസിൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എനിക്കറിയാവുന്ന ഒരു എൻജിനീയർ, അദ്ദേഹം വലിയൊരു സ്ട്രക്ചറൽ എൻജിനീയറാണ്. ഇപ്പം നമ്മൾ സാധാരണക്കാരൊരു വീട് വെച്ച് ആരെങ്കിലും ഒരു ഡ്രാഫ്റ്റ്മാനെ കൊണ്ട് 2 വര വരപ്പിച്ചൊരു പഞ്ചായത്തിൽ നിന്ന് സാക്ഷ്യം എടുക്കാൻ 2 മുറിയും ഒരു സിറ്റൗട്ടും എല്ലാം കൂടെ പിടിക്കുന്ന പോലൊന്നും അല്ല വലിയ വീടൊക്കെ വെക്കുക. അപ്പോൾ അവർക്ക് ആർക്കിടെക്റ്റ് കാണും, സ്ട്രക്ചറൽ എൻജിനീയർ കാണും, ഇൻറ്റീരിയർ കാണും, ഗാർഡനർ കാണും, ഇലക്ട്രീഷ്യൻ കാണും. ഇവിടെ എല്ലാം കൂടെ മീറ്റിങ്ങൊക്കെ വെച്ച് പല മീറ്റിങ്ങുകൾക്കൊടുവിലാണ് വീട് പണിയൊക്കെ ആരംഭിക്കുക. അപ്പോൾ അങ്ങനെ ഈ മീറ്റിംഗ് വരുമ്പോൾ സ്ട്രക്ചറൽ ആർക്കിടെക്റ്റ് ഇവരോടെല്ലാം അവിടുത്തെ അമ്മ പറഞ്ഞു പോലും, ഈ ഒരു 15 ചുറ്റക്കറി ഇത്ര ചുറ്റളവിൽ ഇങ്ങനെയൊരു വീട് കാണാൻ പാടില്ല. വീട് കാണാൻ പാടില്ലെന്ന് തന്നെയല്ല, അടുത്ത ഒരു 10 വർഷത്തിനകത്ത് അങ്ങനൊരു വീട് വരാനും പാടില്ല. പൈസ വിഷയമല്ല, വീട് പ്ലാൻ ചെയ്യണം. സ്ട്രക്ചറൽ എൻജിനീയർ ഒരു ക്രൈസ്തവനാണ്, മർത്തോമ വിശ്വാസത്തിൽപ്പെട്ടവനാണ്. പുള്ളി എന്നോട് പറഞ്ഞു, വരയ്ക്കാനിരുന്നപ്പോൾ ഒരു ഭയം ബാധിച്ചു, ചത്തുപോകുന്നൊരു പേടി. കാരണം ഇതിന് പടം വരച്ച കാണുമോ. പുള്ളി അത് സൂത്രത്തിലങ്ങ് മാറി. പക്ഷേ വേറൊരു എൻജിനീയർ അത് വരച്ചു. പകുതി ആയപ്പോഴേ ആ പറഞ്ഞ ആളുടെ ബോഡി അതിനകത്ത് വെച്ചു. കാരണം അവിടെ പ്രതാപം കാണിക്കാൻ വേണ്ടിയൊക്കെ പണിത സംഭവങ്ങളാണ്. ഒന്നും പ്രകടിപ്പിക്കാതെ ജീവിക്കുന്നത് നല്ലത്. സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല, വസ്തി പഠിപ്പിച്ചു. പക്ഷേ മാറുമറയ്ക്കാൻ അധികാരം ഇല്ലാത്തൊരു രാജ്യമായിരുന്നു ഈ രാജ്യം. മാറുമറയ്ക്കണമെങ്കിൽ കരം കൊടുക്കണമായിരുന്നു. അങ്ങനെ കരം ചോദിച്ച മനുഷ്യന് സ്വന്തം മാറ് മുറിച്ചിട്ട് കൊടുത്ത ഒരു ധീര വനിത ഈ മലയാള നാട്ടിലുണ്ടായിരുന്നു. അവരുടെ പേര് ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇന്ന് മാറുമറയ്ക്കാതിരിക്കാൻ സമരം നടത്തുന്ന പെൺപിള്ളാരുടെ പേര്. വീട്ടിലെപ്പോഴും വഴക്ക, എല്ലാ വീട്ടിലും. ഇതിട്ടുകൊണ്ട് ഇറങ്ങരുതെന്ന് അമ്മ, ഇറങ്ങിയ എന്നെ അന്ന് കൊച്ച്. ഇതിട്ടുകൊണ്ട് ഇറങ്ങരുതെന്ന് അമ്മ. ഈ വീട്ടിൽ നിന്ന് ഇതിട്ടുകൊണ്ട് പോകുന്നില്ലെന്ന്, പോയാൽ എന്നെ അന്ന് പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞാൽ പോകുന്നില്ല, പിന്നെ ഞാൻ പോവും. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ ഗ്യാപ്പാണ്. അതേക്കാലത്തും ഉണ്ട്, ഇല്ലേ? ജനറേഷൻ ഗ്യാപ്പ്. വാട്ട് യു മെൻ ബൈ ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടേ. ഇപ്പോഴത്തെ ഒരു തലമുറയെ വിളിക്കുന്ന പേരെന്താ? ഫ്രം 1970 to 2012. എന്താ? ന്യൂജനൊന്നും അല്ല, ജെൻസി. ഭയങ്കര സംഭവമാണ്. ഫ്രം 12 till 26 എന്താ വിളിക്കുക? ആൽഫ. ഇനി വരുന്നുണ്ട് ബീറ്റ, പിന്നെ ഗാമ. ഇതിനകത്ത് ഭയങ്കര വൈബ്രൻസ് സാധനമാണ് ഈ ജെൻസി, അല്ലേ? അവർക്ക് ഒരു ഗുണമുണ്ട്, അവരാരുടെ മുമ്പിലും കൂസത്തിലെന്നാണ് പറയുക. ഓച്ചാനിച്ച് നിൽക്കത്തില്ല, തല ഉയർത്തിയേ നിൽക്കത്തുള്ളൂ. അവരിങ്ങനെ തല കുനിക്കുന്ന ടീപ്പ്. ഇവരാണ് നേപ്പാൾ ഗവൺമെൻറ്റിനെ ഇടയ്ക്ക് പിരിച്ച് ഇട്ടത്. കാര്യമായ മാധ്യമ ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടില്ല. എന്നെ കാര്യം ചോദിച്ചാൽ ജെൻസി എങ്ങനെ ഇളകിയ ഇവിടുത്തെ ഇളകാത്ത സിംഹാസനങ്ങളില്ല. അത്ര ശക്തമാണ് ഈ ജെൻസി. ഇറാനിൽ മാറ്റം ഉണ്ടാക്കുന്നത് ജെൻസിയാണ്. അപ്പോൾ ഈ ജെൻസി ഭയങ്കര സംഭവമാണ്. അവർ വാദിക്കുന്നവരാണ്. ഒരു ജോലിക്ക് കയറിയിട്ട് മാനേജറുടെ മുമ്പിൽ ഇഷ്ടപ്പെട്ടില്ല, അന്നേരം വലിച്ചിറങ്ങിപ്പോവും. അതാണ് ജെൻസി. അവർക്ക് നാളത്തെ ജോലിയൊന്നും വിഷയമല്ല. അപ്പോൾ ഈ ജെൻസിയും
വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം ജനറേഷൻ ഗ്യാപ്പ്. എന്താ ജനറേഷൻ ഗ്യാപ്പ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അമ്മ പറഞ്ഞു ഇവിടുന്ന് ആരും ഇതിട്ടുകൊണ്ട് പോകുന്നില്ല. പിന്നെ ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. പിന്നെ ഇല്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെ വഴക്ക് മൊത്തപ്പം എനിക്കും ഇടപെടേണ്ട വന്നു. എന്നെ പഠിപ്പിച്ചു. പാസ്റ്റർ പറ, അപ്പോൾ കൊച്ചു തർക്കിക്കുകയാണ്, ഞാനിതിടരുന്നാണ് പാസ്റ്ററെ അമ്മ പറയുക. അച്ചച്ചൻ പറ, അതിന് എന്നാ കുഴപ്പം, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ശരീരം, എനിക്ക് ഫ്രീഡം ഇല്ലേ. അപ്പോൾ ഏതായാലും കൊച്ചിന് ബാധിച്ചപ്പം അത്ര ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. മോളെ അമ്മ പറയുന്നതാണ് ശരി. എന്തുകൊണ്ട് ശരി? അതെന്താ ശരിയെന്ന് ചോദിച്ചാൽ അമ്മ ഒരു അമ്മയായതുകൊണ്ട് പറയുക. ഇതിട്ടുകൊണ്ട് പോയാൽ നിന്നെ എല്ലാവരും നോക്കും. അത് തന്നെ നോക്കട്ടെ. അതിന് ഈസ് ഇറ്റ് മൈ പ്രോബ്ലം? ദാറ്റ് ഇസ് ഹിസ് പ്രോബ്ലം. ലെറ്റ് ഹിം വാച്ച്, ലെറ്റ് ഹിം ലുക്ക്. ഇറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം, ഇറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര പ്രോബ്ലം ഉണ്ട്. ഏതായാലും ഒരു ഉത്തരം തമ്പുരാൻ തന്നു. അവനോട് ചോദിച്ചു അതന്നെ. ഞാൻ പറഞ്ഞു അവൻ നിന്നെ ഇങ്ങനെ കണ്ട അവൻ നിന്നെ ഒപ്പിയെടുത്തുകൊണ്ട് പോയി രാത്രി നിന്നെ ധ്യാനിക്കും. അവൻ്റെ ധ്യാനത്തിൻ്റെ തീ കത്തും, നീ ഉണങ്ങിപ്പോകും. നീ ഉണങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്കൊക്കെ നടക്കണ്ടേ. അപ്പോൾ മനുഷ്യരുടെ മുഖത്തെല്ലാം ഭയങ്കര പ്രദർശിപ്പിക്കരുത്. ഒന്നും സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്, ധനം പ്രദർശിപ്പിക്കരുത്. ധനം പ്രദർശിപ്പിച്ച ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ പ്രായം അമ്മയോട് ഒരുമിച്ചൊരു വീട്ടിൽ ചെന്നു. അപ്പം നമ്മുടെ ജോലി അമ്മയും കൊണ്ട് നടക്കുക. അപ്പോൾ അമ്മയും കൊണ്ട് അവിടെ ചെന്നപ്പം അമ്മ പ്രാർത്ഥിക്കാൻ പോയ. ഇവന് പൈസ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഒരു സന്ധ്യയ്ക്ക് ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു ചാക്കിനകത്ത്, അന്നത്തെ ഒരു കായസഞ്ചിയുടെ വലിയൊരു ഒരു തുണിക്കകത്ത് നിറച്ച് പൈസയായിട്ട് വന്നു. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടാണ്. എന്നിട്ട് ഈ മനുഷ്യൻ കയറി ഉടനെ ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ബഞ്ച് കണക്കിന് പൈസ എടുത്തിട്ട് വീടിൻ്റെ ഷെയ്ഡിലോട്ട് എറിയുകയാണ്. വീടിൻ്റെ പണ്ട് ഷെയ്ഡുണ്ട്, ഇപ്പം അങ്ങനെ ഷെയ്ഡില്ല. ഷെയ്ഡിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ഈ പഴയ പ്ലാസ്റ്റിക്കും മനോരമയെല്ലാം തള്ളുന്ന ഷെയ്ഡാണ്. ഇപ്പം അത് വെക്കത്തില്ല, കാരണമുണ്ട് അലർജി. ഇതിൻ്റെ മണ്ടയ്ക്കത്തെ പൊടി ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് ഇപ്പം ആരും ഷെയ്ഡ് വെക്കാറില്ല. അപ്പോൾ എല്ലാം കൂടെ വലിച്ചങ്ങോട്ട് തള്ളുക പൈസ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്നാണ്. അപ്പോൾ എന്നോട് പുള്ളി ലൈറ്റ് ഓണാക്കിയിട്ട് പറഞ്ഞു, കള്ളം വന്ന അലമാരി തുറക്കാൻ പറയും. തുറന്നാൽ അതിനകത്തൊന്നുമില്ല. ഗതികേട് തോന്നിയിട്ട് അവൻ എനിക്ക് ഇച്ചിരി തരും. ഒരു കള്ളനും ഷെയ്ഡെ തപ്പത്തില്ല. അതിനാണ് ഷെയ്ഡിലോട്ട് എറിഞ്ഞേക്കുന്നത്. ഇങ്ങനെ വാരി എറിയാൻ എൻ്റെ ആയുസ് അത്രയും പൈസ ഒന്നിച്ച് കാണാം. എന്നിട്ട് പുള്ളിക്ക് കുടിക്കണം, കയ്യിൽ സാധനമുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്നിടത്ത് കണ്ടപ്പം പുള്ളി ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കസേര അങ്ങ് തല്ലി ഒട്ടിച്ചു. ആ വിഡ്രോല. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു, എന്തിനാ നീ ഞങ്ങൾ പോകാനാണോ ഇത്രയും ഷോ കാണിച്ച്? ഞങ്ങളങ്ങ് പൊക്കോളാം. അതെ ആൻറ്റി, എനിക്ക് പോകണം, എനിക്ക് കുടിക്കണം, എൻ്റെ പ്രശ്നം അതാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് കുടിക്കാനും വയ്യ. അതായത് ഞങ്ങൾ പോകുന്നു. പിന്നെ അങ്ങ് പ്രകടനമല്ലേ, പൈസ ഇട്ടങ്ങ് അങ്ങ് ആർഭാടിക്കുകയല്ലേ. പിന്നെല്ലാം പോയെന്നൊക്കെ കണ്ടു. ബിസിനസ്സും പൊട്ടി, വീടും പൊട്ടി, ബാങ്ക് ജപ്തിയായി, എല്ലാം പോയി. ഇപ്പോൾ ഒത്തിരി വർഷം കഴിഞ്ഞ്, ഒരു 10-30 വർഷം കഴിഞ്ഞ് ഈ എളിയവൻ, ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണ്. പിന്നെ നമ്മളൊരു ഒത്തിരി നാൾ കഴിഞ്ഞൊരു ദിവസം രാത്രി ഒരു 10 മണിയായപ്പം ഞാൻ എൻ്റെ ടൗണിൽ കൂടെ വരുമ്പോൾ ഒരു തട്ടുകടയുടെ മുമ്പിൽ ഇഷ്ടം നിൽപ്പുണ്ട്. മുണ്ടൊക്കെ മടക്കി കുത്തി നിൽക്കുക. പഴയ പുലിയല്ലേ, പൈസ ഇങ്ങനെ വാരി എറിയുന്ന ആളല്ലേ. കണ്ടിട്ടെങ്ങനെ പോവുക. ഞാൻ ബൈക്ക് നിർത്തി ചോദിച്ചു, എന്തുകൊണ്ട് അച്ഛാ? ഒന്നുമില്ല, സന്തോഷം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? പ്രശ്നങ്ങളാണെന്ന് കേട്ടു, എന്തെങ്കിലും ആയോ? ഉണ്ടെങ്കിൽ പുള്ളിയുണ്ട്, പഴയ എഡ്യൂക്കേറ്റഡാ പുള്ളിയുണ്ടോ. വാട്ട് ഡു യു തിങ്ക് മീ അബൌട്ട് മാൻ? ഐ നോ ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ഐ ജസ്റ്റ് നീഡ് എ ഫോൺ ടു ഡു ദ ബിസിനസ്. ദിസ് ഇസ് എ സ്ട്രാറ്റജി. എന്നിട്ട് അവൻ പറയാണ്, ഇത്ര ടൺ സ്ഥാനമാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. ദാറ്റ് ബിസിനസ് ഹാസ് ഡൺ ഓൺലി വിത്ത് ദിസ് ഫോൺ. I just sit here and make calls and I know how to do the business. ഇഷ്ടം പോലെ സാധനമാണ് കയറ്റി വിട്ടേക്കുന്നത്. അതിൻ്റെ കമ്മീഷൻ ദാറ്റ് ഇറ്റ് സെൽഫ് കംസ് അറൗണ്ട് 20 to 30 lakhs of rupees and that money will be credited into my account within 2-3 weeks. Then things will be solved. ഞാനിങ്ങനെ അന്തം വിട്ട് ഇതെല്ലാം കേൾക്കുകയാണ്. 3 കോടി രൂപ അങ്ങോട്ട് പോയി, 30 ലക്ഷം കമ്മീഷൻ വരും, അന്നേരം എല്ലാം തീരും. ഇതെല്ലാം പറഞ്ഞിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഒരു 50 രൂപ തരാം, 2 ദോശ കഴിക്കണം. ഒരു 50 രൂപ തരാം, 2 ദോശ കഴിക്കണം. സത്യത്തിൽ എനിക്ക് കരയണം തോന്നി. കാരണം പൈസ എന്നാൽ പിന്നെ ഈ കോടിയുടെ കഥ എന്നോട് പറയാതിരിക്കട്ടെ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറഞ്ഞത് 50 രൂപ 2 ദോശ. ഇത്രയൊക്കെ ഉള്ളന്നേ. ഈ ധനമെല്ലാം ഇത്രയേ ഉള്ളൂ, ആരോഗ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോളാം. ഈ പിള്ളേരൊക്കെ, എനിക്ക് ആ പിള്ളേരുണ്ടേ, ഈ ഞങ്ങൾ ഈ വയറുള്ളവർ എപ്പോഴും തൻ്റെ സറാഫാസ് ഫ്രണ്ട് ഇരിപ്പുണ്ട്, ഇഞ്ച് ചെയ്യത്തില്ല. ഒരിക്കൽ പോലും ഞാൻ ഈ പുള്ളി ഇഞ്ച് ചെയ്ത് കണ്ടിട്ടില്ല. അവരുടെ കല്യാണം ആലോചിച്ച ഞാനാണ്. അന്നോട്ട് പുള്ളി ഇങ്ങനെ
കാരണം ഈ വയറുള്ളവർ ഇഞ്ച് ചെയ്യത്തില്ല. കാരണം ഇവർ ഇഞ്ച് ചെയ്താൽ വയറിങ്ങനെ തള്ളി നിൽക്കത്തില്ലേ. പക്ഷേ വയറില്ലാത്തവരോ സിക്സ് പാക്കൊക്കെ ഉള്ളവർ സ്ലിം ഫിറ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. ഈ നല്ല മസിലുള്ള പിള്ളേരാണെങ്കിൽ സ്ലീവ്ലെസ് ബെന്നിനൊക്കെ ഇട്ട് നിക്കറൊക്കെ ഇട്ട്. അപ്പം ഞാനോട് വെച്ചാൽ ഇങ്ങനെ നടക്കും. അച്ഛാ, കഷ്ടപ്പെട്ട് A+ പഠിച്ചാൽ നിങ്ങൾ ഫ്ലെക്സ് അടിക്കത്തില്ലേ? അടിക്കും. ഞാനിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മസിലാണ്. അത് ഞാനിങ്ങനെ A+ അടിക്കും. എനിക്ക് ഫ്ലെക്സ് അടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടക്കും. അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ചു. ഞാനും 4-5 മണിക്കൂർ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. മാത്രമല്ല ലെസ് കാർബോ മോർ പ്രോട്ടീനൊക്കെ തിന്ന് എൻ്റെ പുതിയ ഷുഗർ കട്ടൊക്കെ ചെയ്താണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോൾ എന്തുണ്ടോ അത് കാണിക്കാനുള്ള പ്രദർശനം. പക്ഷേ ഈ സ്ത്രീ തീരുമാനിച്ചു ഒന്നും എന്ത് ചെയ്യരുത്, പ്രദർശിപ്പിക്കുക. അതൊരു വലിയ ക്രിസ്ത്യൻ കൾച്ചറാണ്. പ്രദർശനത്തിനെതിരാണ് ദൈവം. പ്രദർശിപ്പിക്കുന്നവർക്കൊക്കെ അടികിട്ടും. പക്ഷെ പകരം ഒരു ലൈഫുണ്ട് കേട്ടോ. ഈ പ്രദർശനമായി പോയിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാലും ശരിയല്ലല്ലോ, ശരിയാകാതിരിക്കില്ലല്ലോ. ഇന്ന് ഫ്ലെക്സിൻ്റെ കൾച്ചറാണ്. എല്ലായിടത്തും ഫോട്ടോയാണ്. ചെറിയ കൺവെൻഷൻ നടത്തിയാലും ഫോട്ടോയാണ്. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നേ. ഞാൻ കൺവെൻഷൻ ഇഷ്ടം പോലെ നടത്തുന്ന ഒരു എളിയ ദാസനാണ്. നമ്മൾ കൺവെൻഷൻ പ്രസംഗിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കൺവെൻഷൻ നടത്തുന്നതാണ്. അപ്പോൾ എന്നോടൊരു കൺവെൻഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഫ്ലെക്സ് അടിച്ച് എനിക്ക് രാവിലെ വെളുപ്പാങ്കാലത്തൊരു ഫോൺ കോള്. പ്രസംഗിക്കുന്ന ആടെയും ഭയങ്കര ബഹളം. എന്നാ കാര്യം, ആരോട് ചോദിച്ചിട്ട് ഈ ഫോട്ടോ വെച്ച്? ഞാൻ ചോദിച്ചു ഏത് ഫോട്ടോ? നോട്ടീസിലെ ഫോട്ടോ. അത് ഞാൻ പറഞ്ഞിരിക്കറിയത്തില്ല, പിള്ളേരോട് ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം. പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗൂഗിളിൽ നിന്ന് എടുത്താന്ന് പറഞ്ഞു. ഈ ഗൂഗിളിൽ ഫോട്ടോ ഉണ്ട്, അതെടുത്ത്. ആണോ? പുള്ളി പറഞ്ഞു അത് എന്നോട് ചോദിച്ചിട്ട് വേണമായിരുന്നു എടുക്കാൻ. ഞാൻ ചോദിച്ചാൽ അതന്നെ നല്ല ഫോട്ടോ. ഞാനത് സ്റ്റുഡിയോയിൽ പോയി മേക്കപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ലേറ്റസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് വേണമായിരുന്നു ഇടാൻ. എനിക്ക് പറയണം തോന്നി, അച്ഛാ ഇതൊന്നുമല്ല, ആധാർ കാർഡിലെ ഫോട്ടോ വേണം ഇടാൻ. ഈ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ നോക്കാൻ പറ്റിയൊരു ഫോട്ടോ ഉണ്ട്. ശരിയല്ലേ? ഇവിടുത്തെ ഫോട്ടോയാ? ആധാർ കാർഡ്. സോക്കേട് അങ്ങ് തീരുകയല്ലേ? ആധാർ കാർഡിലെയൊക്കെ ഫോട്ടോ അതിന് നല്ല വീതി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നമ്മളാണെന്ന് പോലും നോക്കാം. ഈ ആധാർ കാർഡൊക്കെ ആയിട്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ ചെന്നാൽ ഈ സെക്യൂരിറ്റി നമ്മളെ ഇങ്ങനെ നോക്കും. കണ്ടിട്ടില്ലേ? കാരണം ഈ ആളെ അല്ല ഈ ആൾ. നമുക്ക് എപ്പോഴെങ്കിലും അഹങ്കാരം തോന്നി അത് വേണ്ട നോക്കാൻ. അപ്പോൾ ഈ പകുതി പ്രശ്നം അങ്ങ് തീരും, പകുതി സൗന്ദര്യബോധം അങ്ങ് തീരും. അപ്പോൾ ഈ മനുഷ്യരായ എന്നും ബഹളം. അപ്പോൾ ആ ഫോട്ടോയുടെ എന്ത് ഫോട്ടോയാണ്? അപ്പോൾ ഒരു വട്ടം ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരിക. അപ്പോൾ ഞാൻ വണ്ടിയിരുന്ന് ഉറങ്ങുക. എൻ്റെ കൂടെ ഓടിച്ച മോൻ വണ്ടി ചവിട്ടി നിർത്തി എന്നെ ഉണർത്തി. അച്ഛൻ നോക്കിക്കേ, എന്തോന്ന് നോക്കച്ചാ, അടിപൊളി. എന്തോ നോക്കിയപ്പോൾ സത്യമാണ്, ഒരു വളവിനൊരു മരത്തെ ഞാനിരിക്കുക. എൻ്റെ ഒരു വലിയ ഫോട്ടോയാണ്, അടിപൊളി ഒരു ഫോട്ടോ. ഏതായാലും അവന് കലാപരമായിട്ടത് ഡിസൈൻ ചെയ്തേക്കുക. അപ്പം ഇവൻ അതിൻ്റെ ഫോട്ടോ എടുക്കുക. എന്തിനാ? ഞങ്ങളുടെ പിള്ളേരുടെ ഗ്രൂപ്പിൽ ഇടാനാ. എനിക്ക് പെട്ടെന്ന് പേടിയാണ് തോന്നി. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ആരാ? ശപിക്കപ്പെട്ടവനാ. കോണ്ടസ്റ്റ് അതല്ല കേട്ടോ, അത് അർത്ഥം അതല്ല. എന്നാലും ഔട്ട് ഓഫ് കോണ്ടസ്റ്റാണ് ഞാനത് പറഞ്ഞത്. എന്നാലും പേടി തോന്നി. ഈ അടിച്ച് ഫ്ലക്സ് കയറ്റിയൊക്കെ വെക്കുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും ഓർത്തോണം, മറഞ്ഞ് ജീവിക്കണം. ആരും മറഞ്ഞ്? ക്രിസ്തുവിൽ മറഞ്ഞ് ജീവിക്കണം. ക്രിസ്തുവിൽ മറഞ്ഞുള്ളൊരു ജീവിതമുണ്ട്. ഒന്നും പ്രദർശിപ്പിക്കാതെ കർത്താവ് മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം. അവിടെ വലിയ അപകടമൊന്നും ഉണ്ടാകത്തില്ല. ക്രിസ്തുവിൽ മറഞ്ഞ് ജീവിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് എത്ര ഉയർന്നാലും കർത്താവിൽ മറഞ്ഞ് ജീവിക്കാനുള്ള കൃപ തരണം. എന്തുണ്ടെന്ന് കാണിക്കുകയല്ല, കർത്താവുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തുണ്ടെന്നുള്ളതല്ല, കർത്താവുണ്ടെന്നുള്ളതാണ്. എന്തുണ്ടായിട്ടും കർത്താവില്ലെങ്കിൽ പിന്നെന്താ പ്രയോജനം? അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയരെ, ഇവൾ തീരുമാനിച്ചു പ്രദർശനത്തിന് ഞാനില്ലെന്ന്. അങ്ങനെ ആ ചാപ്റ്റർ അവിടെ കൊണ്ട് അവസാനിക്കുന്ന. അവൾ സ്ഥാനഭ്രഷ്ടയാകുന്നു. പുതിയ ആളെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അവിടെയാണ് ഈ ചരിത്രം മുന്നേറുക. അവിടെ പ്രവാസത്തിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേരവിടെ എഴുതിയിട്ടുണ്ട്. ആരാ? എസ്തേറാണ്. അവിടെ എസ്തേറിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീൻ്റെ മകനായ കീശിൻ്റെ മകനായ ഷിമിയുടെ മകനായ യായീരിൻ്റെ മകൻ മോർദെക്കായ് എന്ന പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ഈ വേദപുസ്തകം നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ, ചരിത്രം എഴുതുമ്പോൾ ഒരു വലിയ വംശാവലി എഴുതാറുണ്ട്. ഇന്നാരുടെ മകൻ, ഇന്നാരുടെ മകൻ, ഇന്നാരുടെ മകൻ, ഇന്നാർ. എന്തിനപ്പം ഇങ്ങനെ എഴുതുക? അതൊരു കാര്യമാണ്. കുടുംബത്തിന് കർത്താവിന് ഭയങ്കര പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ സന്ധി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മുട്ടുകുത്തുന്നു. എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഒരു കുഞ്ഞ് ജനിച്ചു. ഞാൻ ചോദിക്കുകയാണ്, കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞങ്ങ് മരിച്ചുപോയി. കുഞ്ഞു ജനിച്ചു, കുഞ്ഞ് മരിച്ചുപോയി. സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ?
കാണും. ഒരു കുഞ്ഞ് ജനിച്ചു, MR ആണ്, മെൻ്റലി റിട്ടാർഡാണ്. കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണുമോ? കാണും. എനിക്ക് 2 അനുഭവം ഉണ്ടായി അതിനകത്ത്. ഒന്ന്, MR ആയ ഒരു കുഞ്ഞ്, ഫുൾ MR. രണ്ടാം മറ്റു പിള്ളേരുണ്ട്, മറ്റു ബുദ്ധിയുള്ളൊരു കുഞ്ഞ്. അപ്പം ഞാൻ ആ വീട്ടിൽ എനിക്ക് MR കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു. എനിക്ക് സങ്കടം കാണുന്നത് ഭയങ്കര സങ്കടം. അപ്പോൾ എൻ്റെ ദുഃഖം കണ്ടപ്പോൾ, എൻ്റെ മുഖം മാറുന്ന കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു ഭാഷ ഭാരപ്പെടല്ലേ ഇവനെ കണ്ടിട്ടാണെങ്കിൽ. ഞാൻ ചോദിച്ചു, അതന്നെ ഇവനെക്കുറിച്ച് എനിക്ക് ഒരു സങ്കടമില്ല ഭാഷ. ഞാൻ ചോദിച്ചു, അതന്നെ ആൻറ്റി, ഇവൻ ഇന്ന് മരിച്ചാലും സ്വർഗത്തിൽ കാണും. പക്ഷേ ഈ ബുദ്ധിയുള്ളവനുണ്ടല്ലോ, ഇവനെ ഓർത്തെനിക്ക് പേടിയാണ്. വയസ്സ് 15-16 ആയതുള്ളൂ, 3 പ്രേമം കഴിഞ്ഞു, 3 പിടിച്ച് 3 പൊട്ടി. ഇവൻ പുലിയാണ്. ഇവനെ ജന്മത്തിൽ വിശ്വസിക്കാനൊക്കത്തില്ല. അവനെ ഓർത്തപ്പോൾ എനിക്ക് പേടിയാണ്. പക്ഷേ ഈ ബുദ്ധിയുള്ളവനെ ഇല്ലാത്തവനെ ഓർത്ത് പേടിക്കണോ? വേണ്ട. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഞാൻ ആ കഥ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സിബു എന്നാണ് അവൻ്റെ പേര്. സിബു ഒരു ബുദ്ധി വൈകല്യമുള്ളൊരു കുഞ്ഞാണ്. സിബു മരിച്ചു. പക്ഷേ സിബുവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ യോഗം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കും. പുള്ളി ഇതിനിടയ്ക്ക് അറ്റൻഷൻ സീക്കിങ്ങാണ്, ഇടിച്ച് കയറും. പിന്നെ നമ്മൾ അവനോട് മിണ്ടണം. പ്രൈസ് അവൻ എവിടെയാണ് ഈ അറ്റൻഷൻ പിടിക്കാൻ വേണ്ടി ഇടയ്ക്ക്. അപ്പം നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. ഏതായാലും സിബു മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. ഇവനൊരു കുഴപ്പമില്ല. അവൻ സാധാരണ വീട്ടിൽ ഒരു കൈരിയൊക്കെ എടുത്തൊരു ബനിയനൊക്കെ ഇട്ട് തലക്കെട്ടൊക്കെ ഇട്ട് പശുവിനെ നോക്കി എന്തൊക്കെ ചെയ്യും. പക്ഷേ 1-2 ദിവസമായിട്ട് സിബു ഇങ്ങനെ കുളിച്ച് പാൻസ് ഇട്ട് ചെയ്ത് ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് ഇവനിങ്ങനെ മുറ്റത്തൂടെ എല്ലാം ഇങ്ങനെ ഫുൾ സ്യൂട്ടി നടക്കുക. അപ്പോൾ അടുത്ത് ഞങ്ങളുടെ ഒരു പൊന്നച്ചാനുണ്ട്. പൊന്നച്ചാൻ ഇവനോട് ചോദിച്ചു, എന്നാടാ സിബു? അപ്പോൾ ഇവൻ പൊന്നച്ചാൻ്റെ അടുക്കി എന്നിട്ട് പറഞ്ഞു, അവന് തിരിയാൻ പാടാ, അവന് ഭാഷ തിരിയത്തില്ല. പറഞ്ഞു, യേശുപ്പച്ച എൻ്റെ അടുക്ക വന്നു, കൈ തന്നു, കിട്ടിയില്ല, 1-2 ദിവസത്തിനകത്ത് ഞാനങ്ങ് പോവും. പൊന്നച്ചാനോട് പറഞ്ഞു, ഞാൻ പോകുമ്പം അടക്കത്തിന് എല്ലാവർക്കും ചോറ് കൊടുക്കണം, വരുന്നവർക്കെല്ലാം ചോറ് കൊടുക്കും. പൊന്നച്ചാനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇവൻ കിടക്കുന്നതും പാൻറ്റിട്ട് ഷർട്ടിട്ട് ചെയ്ത് റെഡിയായിട്ട് അങ്ങനെ കിടന്ന് അവനങ്ങ് പോയി. ഒരു കുഴപ്പമില്ലാത്തവൻ നിന്ന ഇപ്പം പൾസതാണ്. അവൻ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ പോവും, യേശുപ്പച്ചൻ വരുന്നുണ്ട്. ഞങ്ങളുടെ പൊന്നച്ചാൻ ഒരു പെയിൻറ്റിങ് തന്നെ, അതിൽ കാശൊന്നും ഇല്ല. പക്ഷെ പുള്ളി അന്ന് വന്നവർക്കെല്ലാം ചോറ് കൊടുത്തു. കേട്ടോ, ഇവൻ ചെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ബുദ്ധിവൈകല്യങ്ങളൊക്കെ ഉള്ള മക്കളാണെങ്കിലും കർത്താവുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ മക്കളൊക്കെ സ്വർഗത്തിൽ കാണുമോ? കാണും. അപ്പോൾ ഒരു കുഞ്ഞ് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ബയോളജിക്കലൊരു എഫക്റ്റൊന്നുമല്ല. ആർക്ക്? സ്വർഗത്തിനൊരു നിക്ഷേപം കൊടുക്കുക. ഓരോ കുഞ്ഞും സ്വർഗത്തിനൊരു നിക്ഷേപം. ആ ഒരു വീക്ഷണമാണ് ക്രൈസ്തവ വീക്ഷണം എന്ന് പറയും, അല്ലേ? കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുകയാണോ അവർ വളരുകയാണോ? അവരങ്ങ് വളർന്നോളൂ, അല്ലേ? അവരങ്ങ് വളർന്നോളൂ. വിശ്വസിക്കാൻ കഴിയുള്ളവരൊന്ന് സ്തോത്രം ചെയ്തേ. അതാണ് മക്കൾ. ഇവിടെ വംശാവലി വളരെ ഗൗരവമായിട്ട് എടുക്കണം. കാരണം വംശാവലി തീർന്നാൽ പിന്നെ അവിടം കൊണ്ട് തീരുകയാണ്. ഈ വല്യപ്പൻ്റെ ചരിത്രം തീരുകയാണ്. ചരിത്രം പഠിക്കുന്നത് ചരിത്രം പഠിക്കാൻ വേണ്ടിയല്ല, ചരിത്രത്തിൽ ഇടപെട്ട ദൈവത്തെ പഠിക്കാൻ വേണ്ടി. നമ്മുടെ അപ്പനമ്മമാർ ധാരാളം കർത്താവിൽ ആശ്രയിച്ചത് കൊണ്ട് ഒന്നുമില്ലായ്മയുടെ നടുവിലും മക്കൾക്ക് ജന്മം കൊടുത്തു. ഒരു പേടി അവർക്കില്ലായിരുന്നു. കാരണം വാ കീറിയവൻ എന്ത് തരും? എര തരും. എനിക്കൊരു 10 വർഷം കഴിഞ്ഞാൽ, 10-15 വർഷം കഴിഞ്ഞാൽ അത് ചോദിക്കേണ്ടി വരില്ല, ഉറപ്പാണ്, 100%. അതിന് കാരണമുണ്ട്. ഞാൻ ചോദിച്ചിടത്തൊക്കെ ഉള്ളവരുടെ പ്രായം അതെന്നെ പഠിപ്പിച്ചു. എന്നാലും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിത് പോകുന്നിടത്തെല്ലാം പറയാൻ കർത്താവിനോട് പറഞ്ഞുകൊണ്ട് പറയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നോടൊന്ന് പ്രതികരിക്കണം. വീട്ടിൽ 2ാമത്തെ മക്കളൊന്ന് കൈപൊക്കാമോ? 2ാമത്തെ മക്കൾ, 2ാമതായി ജനിച്ച മക്കൾ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. 3ാമത്തെ മക്കളൊന്ന് കൈപൊക്കാം. 3ാമത്തെ മക്കൾ നോക്കിക്കേ, എല്ലാം 30+ 3. നോക്കിക്കോ, ഈ കുഞ്ഞു പ്രായത്തിൽ ആരെങ്കിലും 3 ഉണ്ടോ? ഇല്ല. പോട്ട് 4ാമത്തെ മക്കളൊന്ന് കൈവെക്കാമോ? 4ഉം 50 ഇല്ല. കാരണം 20 വർഷത്തിനിടയ്ക്ക് അവിടെ 4ാമതൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. നോക്കിയോ, ഇല്ല. ഉണ്ടോ? ഇല്ല. എനിക്ക് 4ാമത്തെ ഒരു കുഞ്ഞുണ്ടായപ്പോൾ എന്തോ ബഹളമായിരുന്നറിയോ? അപ്പം ഞാൻ കമൻറ്റ് കേട്ടു, അവനെന്നാ ദശാംശമില്ലേ, ചുമ്മാതെ. അങ്ങനെയാണോ നമ്മുടെ കാര്യം? ഇപ്പം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര ബഹളം. വരുന്നവരെല്ലാം ചോദിക്കുന്ന നിർത്തിയോ എന്ന്. അവസാനം തൂക്കാൻ വന്നൊരു ചേച്ചി ചോദിച്ചു, നിർത്തിയോന്ന്. അവൾ പറഞ്ഞില്ലെന്ന്. അവർ ചൂലുമായിട്ട് അങ്ങ് ചെന്നു. നിർത്തിയില്ലേടി കൊച്ചെന്ന് ചോദിച്ചോണ്ട് ഇവക്ക് ഇടിപ്പ് കൂടി. ഡോക്ടർ വന്നു, നേഴ്സ് വന്നു, കഥ കടച്ചക്കരെ അനുവദിക്കുന്നില്ലെന്ന്. ഒറ്റ കാര്യം, 4ാമതൊരു കുഞ്ഞ്. അവനിച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവനോട് പ്രാർത്ഥിക്കുന്നവരെല്ലാം പറയുക, നിന്ന കേട്ട് കൊച്ചാന്ന്. വയറ്റിൽ കിടന്നപ്പം തൊട്ട് ഇവനൊത്തിരി നിന്ന കേട്ടു. സത്യ, ഒറ്റ കാര്യ, 4ാമത് ജനിച്ചോണ്ട്. അത് ആരുടെ പ്രശ്നമാണ്? ക്രൈസ്തവരുടെ പ്രശ്നമാണ്. 4ാമത്തെ ഇങ്ങോട്ട് 5ാമത്തെ കുഞ്ഞുണ്ടോ?
അഞ്ചാമത് ജനിച്ചവർ അമ്മച്ചിയാണ്, ആൻറ്റി പുറയിലുണ്ട്. 1, 2 ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം 50 മേളല്ലേ? സത്യം. എങ്ങനെ അറിയാം? മുഖം കണ്ടാൽ അറിയാം. 50 മേളിലാണ്. 6ാമത്തെ ഉണ്ടോ? 1 ദൈവം. 6ാമത്തെ 3 പേര്. 7ാമത്തെ 7 ദൈവം അനുഗ്രഹിക്കട്ടെ. 8 ഇല്ല. 9, 10, 11. ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ 14 കാണാൻ പോയി. ഭയങ്കര ഭാഗ്യം. 14. അപ്പം അവരെന്നോട് പറഞ്ഞ കാര്യം, അമ്മച്ചിക്ക് ആ ആൻറ്റി കല്യാണം കഴിഞ്ഞപ്പോൾ യൂട്രസ് ക്യാൻസറായി. ഡോക്ടർ പറഞ്ഞു ഒറ്റ കുഞ്ഞുണ്ടാകത്തില്ല. അപ്പോൾ അവർ രണ്ടും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യൂട്രസ് ക്യാൻസർ സൗഖ്യമാക്കിയാൽ ഗ്യാരണ്ടി, അൺകണ്ടീഷണൽ ഗ്യാരണ്ടി, എത്ര മക്കളെ കിട്ടിയാലും സ്വീകരിക്കാമെന്ന് പറഞ്ഞു. കർത്താവ് സൗഖ്യമാക്കി കൊടുത്തു. 14 മക്കളെ. അമ്മച്ചി മരിച്ചു പോയി റീസെൻ്റായിട്ട്. കാണാൻ പോയി. അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, 14 മക്കളെ കൊടുത്ത അമ്മ. എന്തൊരമ്മയാണ് അതൊക്കെ. ഭയങ്കര അവരുടെ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് യൂട്രസ് ക്യാൻസർ സൗഖ്യമായതിനെക്കുറിച്ചും 14 മക്കൾ ജനിച്ചതിനെക്കുറിച്ചും. അപ്പം അത് ഭയങ്കര രസമാണ്. 14 എണ്ണത്തിനെ അടിച്ചാൽ കിടത്തുന്നത്. മിണ്ടരുത്, കിടന്നോണം. ഇത്ര മണിയാകുമ്പോൾ 14 എണ്ണം കൂടെ വലിയൊരു ഹോളിലൊക്കെ കിടത്തുന്ന കഥയൊക്കെ വലിയ രസമാണ്. പിന്നെ വലിയ പിള്ളേരായപ്പോൾ അവർ ചെറിയവരെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഏതായാലും മക്കൾ ദൈവം പുറന്തിരിഞ്ഞ് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം ജീവനോട് പ്രതികരിച്ചാൽ ദൈവം തന്നെ പ്രസാദിക്കും. ജീവനോട് പ്രതികരിക്കണമെങ്കിൽ കർത്താവിൽ ആശ്രയം വേണം. നമ്മുടെ ആശ്രയം കർത്താവിലാണ്. ആശ്രയം ദൈവത്തിലാണെങ്കിൽ ദൈവം വഴി തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മൊർദെഖായുടെ ഒരു ചരിത്രം അവിടെ എഴുതുകയാണ്. മൊർദെഖായുടെ ചരിത്രം കഴിഞ്ഞുകൊണ്ട് അവിടെ കാണുന്നു, ആ പ്രവാസകാലത്ത് അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരുണ്ടായിരുന്നു എന്താണ്? ഹദസ എന്ന എസ്തേർ. എസ്തേർ സ്റ്റാറാണ്. എസ്തേറിനെ കുറിച്ച് അവൾ പറയുന്നത് സുന്ദരിയായ പെൺകുട്ടിയാണ്. പക്ഷേ അവൾക്ക് ആരില്ല? അപ്പനും അമ്മയില്ല. അവൾ ആരാ? അനാഥയാണ്. ഈ അനാഥരുടെ നൊമ്പരം വലുതാണ്. ദൈവം ആരുടെ ദൈവമാണ്? അനാഥരുടെയും വിധവന്മാരുടെയും ദൈവമാണ്. സത്യത്തിൽ ഈ മനുഷ്യരെല്ലാം ഒരു പരിധി വരെ അനാഥരാണ്. ഞാൻ ഒരിക്കൽ പൗർഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു 10-65 വയസ്സുള്ളൊരു മനുഷ്യന് എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാനങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരികയാണ്, പാസ്റ്ററെ ഒന്ന് കാണണം. എനിക്ക് കാണണമെന്ന് കൊതിയുണ്ടായിട്ട് വന്ന എന്നച്ചാ കാര്യം. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒന്ന് കരയാനാ. അദ്ദേഹം കരഞ്ഞു കേട്ടോ, പാവം. കരഞ്ഞിട്ട് എന്നെ പറഞ്ഞു, എനിക്ക് ആര്യയില്ല പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, ആര്യയില്ലല്ലേ? ഇല്ല. ഭാര്യ? ഉണ്ട്. അപ്പം മക്കൾ? ഉണ്ട്. അപ്പോൾ എനിക്ക് ആര്യയില്ലേ ചോദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, അച്ചാനും അമ്മച്ചിയും ഉണ്ടായിരുന്നു. 2 പേരും 2 വർഷത്തെ ഇടവേളയിൽ മരിച്ചുപോയി. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് എന്തില്ല? ആര്യയില്ല. അന്ന് എനിക്ക് കിട്ടിയ വായനയിലെ ഒരു വാക്കാണ് അഡൽട്ട് ഓർഫൻ. ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? ഓർഫന ആണോ? ഏത് പ്രായത്തിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? ഓർഫന. എന്ത് സങ്കടം ഉണ്ടായാലും, ഈ കെട്ടിച്ച് വിട്ട പെൺപിള്ളേർക്ക് മക്കളുണ്ടായാലും മക്കൾ വലുതായാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഇവർ ഓടി അങ്ങോട്ട് പോകും, അമ്മയുടെ അടുത്ത് പോകും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഫുള്ള് നമ്മൾ നല്ല പൈസയൊക്കെ കിട്ടി നല്ല ഇതൊക്കെ വന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണെങ്കിൽ കട്ടിലേ കിടക്കുമ്പോൾ നേരെ കിടക്കും. ടെൻഷൻ അടിച്ച് വന്ന് കിടന്നേ എത്ര തടിയനും എങ്ങനെ കിടക്കും? നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര തടിയനും എങ്ങനെ കിടക്കും? കാലിങ്ങനെ വളച്ച് കിടക്കോ? ആ ഫോട്ടോ എടുത്തിട്ട് വയറ്റിൽ കിടക്കുന്ന സ്കാനിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി, ഈക്വലായിരിക്കും. ശരിയാണ്. ഇങ്ങനെ നല്ല മീശയൊക്കെ പിരിച്ചിരിക്കുക. ടെൻഷൻ അടിക്കുമ്പോൾ പാവം കേട്ടോ, ടെൻഷൻ അടിക്കുമ്പോൾ ഇങ്ങനെ ചുരുളും. ഏത് മീശക്കാരൻ ചുരുണ്ട് അവൻ്റെ ഫോട്ടോയും അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോയും കൂടെ നോക്കിയേ, ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഏത് മനുഷ്യനും ടെൻഷൻ അടിക്കുമ്പം കയറുന്ന എവിടാ? അമ്മയുടെ അടുത്താണ്. അമ്മ അവനൊരു ആശ്വാസമാണ്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നു എനിക്ക് ആരുമില്ലെന്ന്. അന്ന് എനിക്ക് മനസ്സിലായൊരു സംഭവമുണ്ട്, ഏത് പ്രായത്തിലും അവരില്ലെങ്കിൽ നമ്മൾ അനാഥരാണ്. ഏത് പ്രായത്തിലും അവരില്ലാത്തപ്പം നമ്മൾ അനാഥരാണ്. സത്യമല്ലേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ. ഇവള് സൈലൻ്റ് ആകുമ്പോൾ അമ്മ ആരാകും? വയലറിയൊരു നൊമ്പരല്ല. അപ്പോൾ അതുകൊണ്ടാണ് എസ്തേറിൻ്റെ ഒരു കാര്യം നാം പഠിക്കുക. അവൾ അനാഥയായിരുന്നു, അവളുടെ അപ്പനും അമ്മയും മരിച്ചുപോയി. പക്ഷേ ഇവിടെ മൊർദെഖായി അവളെ മകളായിട്ടെടുത്തു. ഫസ്റ്റ് കസിനാണ്, ചിറ്റപ്പൻ്റെ മോള. അങ്ങനെയെങ്കിൽ ലോകത്താദ്യം അഡോപ്ഷൻ ചെയ്തത് ആരാ? മൊർദെഖായി മകളായിട്ടെടുത്തു. അഡോപ്ഷൻ എന്നുള്ള കാര്യം പിന്നെ നമ്മൾ പുതിയ നിയമത്തിലൊക്കെ ദത്തെടുപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അഡോപ്ഷൻ എന്നുള്ളൊരു വാക്ക് അവിടെ പറയുന്നില്ലെങ്കിലും അവളെ മകളായിട്ടെടുത്തു എന്നാണ്. ഷീ അഡോപ്റ്റഡ് ഹെ ആസ് ഹിസ് ഡോട്ടർ. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവനെ അനാഥയായിട്ടെടുക്കുകയാണ്. 2 കാര്യങ്ങൾ ഞാനിവിടെ പറയാനുണ്ട്. എന്തുകൊണ്ടായിരിക്കണം ഈ മൊർദെഖായുടെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ചരിത്രമായത്? ഞാൻ കണ്ട ഒരു കാര്യം, ദൈവം അനാഥരുടെ ദൈവമാണ്.
എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥകാലത്തെ യഹോവ അവനെ വെടിവയ്ക്കും. സങ്കീർത്തനം 41. മത്തായി 25. ജനത്തെ ഞാൻ രണ്ടായിട്ട് തിരിക്കും, എന്നിട്ട് ഈ ചെറിയവർക്ക് ചെയ്തത് ആർക്കാണ്? എനിക്കാണെന്ന് പറയും. അനാഥർ ചെറിയവരാണ്. അനാഥയായ ഒരു പെൺകുട്ടിയെ അയാൾ സ്വന്തം മകളായിട്ട് എടുക്കുകയാണ്. അവരുടെ ചരിത്രം വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി. എന്തുകൊണ്ട്? അനാഥയുടെ ദൈവം. നമ്മൾ ഈ വലിയവരുടെ പുറകെയൊക്കെ പോകുന്നവരാണ്, പക്ഷെ ചെറിയവർക്ക് ചെയ്തത് എനിക്കാണെന്ന് പഠിപ്പിച്ചൊരു കർത്താവ്. വളരെ ചെറുപ്പത്തിലുണ്ടായൊരു അനുഭവം അനുബന്ധമായി പറയുന്നതിൽ സന്തോഷമുണ്ട്. വളരെ ചെറുപ്പത്തിലാണ്. ഞങ്ങളുടെ വീട്ടിൽ ആരാഞ്ഞമുണ്ട്, ഞങ്ങൾക്കൊരു ബിസിനസ്സുണ്ട്, അപ്പായിക്കൊരു കടയുണ്ട്. അപ്പോൾ ഒരു ദിവസം തലേ ദിവസം വീട്ടിലൊരു അറിയിപ്പുണ്ടായിട്ടുണ്ട്, നാളെ ഒരു ഗസ്റ്റുണ്ട്, അവധി ദിവസമോ ശനിയാഴ്ചയാണ്, വീടെല്ലാം വൃത്തിയാക്കണം. എൻ്റെ പെങ്കടൻ ജോലി വൃത്തിയാക്കൽ. ആരോ വരുന്നുണ്ട്, ഭയങ്കര ഒരുക്കമാണ്. അതായത് ബ്രെഡും സ്റ്റൂവും കട്ട്ലേറ്റും എല്ലാം ഉണ്ട്. എന്തോ ആരോ വലിയ വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പം നമ്മുടെ നസ്രാണി സദ്യ ഉണ്ടാക്കുകയാണ്. അമ്മ വലിയ വിരുന്നിൻ്റെ വട്ടവട്ടം ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മയോട് പോലും ആരാന്ന് പറഞ്ഞില്ല. ഉച്ചയായപ്പോൾ അപ്പ ആളെയും കൊണ്ട് വന്നു. എല്ലാ കല്യാണത്തിനും വിളിക്കാതെ പോകുന്ന ഒരാളാണ്. എല്ലാ കല്യാണത്തിനും വിളിക്കാതെ ഉണ്ണാൻ പോകുന്ന ഒരാളാണ്. ഞങ്ങളെ ഇരുത്തി ഇലയൊക്കെ നിൽക്കുമ്പോൾ തല കുനിച്ച് നിൽക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും നല്ല ദാസൻ എന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുമ്പിൽ പ്രേമക്കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ എത്ര ദിവസത്തെ പ്രാർത്ഥിക്കും. 2026 ഒന്നാമത്തെ രാത്രിയിൽ എളിവൻ പറയട്ടെ, പ്രിയമുള്ളവരെ, ആ ദിവസം അടുക്കാറായി. ആരും വിചാരിക്കുന്ന പോലെ കർത്താവ് വരാൻ താമസിക്കുകയില്ല. അടുക്കൽ വാതുക്കലായിരിക്കുന്നു. പക്ഷേ ആർക്കവിടെ ചെല്ലാം? തൻ്റെ കാന്ത, കറ, ചുളുക്കം, വാട്ട, മാലിന്യം ഒന്നുമില്ലാതെ തന്നെത്താൻ ശുഭ്രയും ശുദ്ധയുമായ തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ് വരുമ്പോൾ വിളക്കിൽ എണ്ണയുള്ളവരായിരിക്കണ്ടേ, ഒരുങ്ങിയിരിക്കണ്ടേ. കണ്ണുകളെല്ലാം അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, നല്ല ദാസൻ എന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമക്കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നില്ല. അന്നൊരു വാക്ക് കേൾക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തി വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കാം. കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങണം. ഈ കൺവെൻഷനൊക്കെ അതിനു വേണ്ടിയാ, ഒരുങ്ങാൻ. ഹല്ലേലൂയ. എന്തിനാ വചനപ്രഘോഷണം? കർത്താവ് വരാറായി എന്ന് പറയാനാ. കർത്താവ് വരാറായി. അത് പറഞ്ഞില്ലെങ്കിൽ അത് സുവിശേഷ പ്രസംഗമല്ല. നമുക്ക് വേണ്ടി ജഡാവതാരമെടുത്ത് മനുഷ്യാവതാരമെടുത്ത് നമുക്ക് വേണ്ടി പാപം ചെയ്യാഞ്ഞിട്ടും ശിക്ഷ വിധിക്കപ്പെട്ട് അടിയേറ്റ് 2 കള്ളന്മാർ നൽകി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ രക്തത്തിലൂടെ വിശുദ്ധീകരണം പ്രാപിച്ച, തന്നെ സ്വീകരിച്ച ഏകജനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച യേശുവിലൂടെ ആത്മരക്ഷ പ്രാപിച്ച തൻ്റെ കാന്തയെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ ഒരുങ്ങണ്ടേ. അതുകൊണ്ടാണ് നമുക്കറിയാം, ബുദ്ധിയുള്ള പ്രിയപ്പെട്ടവരുടെ കഥയൊക്കെ പഠിക്കുമ്പോൾ, ആ ഉപമയൊക്കെ പഠിക്കുമ്പോൾ ഓർക്കണം, വിളക്കിൽ എണ്ണ വേണ്ടേ. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങണം. ഒരു രാജാവിനെ കാണാൻ ഇത്രയും ഒരുക്കം വേണമെങ്കിൽ കർത്താവിനെ കാണാൻ എന്തുമാത്രം ഒരുക്കം വേണം. ഒരുങ്ങിയിരിക്കുക. നോക്കൂ, അവിടെ ശുദ്ധീകരണ കാലം അത് കഴിയുമ്പോൾ അവിടെ ടേൺ വരുമ്പോഴാണ് അവിടേക്ക് ചെല്ലുക. എന്നാൽ 15-ാം വാക്യം, അങ്ങനെ പോകുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്തും ചോദിക്കാം എഴുതിയിട്ടുണ്ട് അവിടെ. 12-ാമത്തെ വാക്യം, രാജസന്നിധി വരുമ്പോൾ ശുദ്ധീകരണകാലം തികയുമ്പോൾ അവളുടെ ടേണിൽ ഓരോ യുവതിക്കും എന്തും ചോദിക്കാം, അവൾ ചോദിക്കുന്ന എല്ലാം കൊടുക്കും എന്ന് 13-ാമത്തെ വാക്യത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ 15-ാമത്തെ വാക്യത്തിൽ അവിടെ ടേൺ വന്ന് പോകുമ്പോൾ അന്തഃപുര പാലകനായ ഹേഗായി പറഞ്ഞതല്ലാതെ ഒന്നും അവൾ എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. എന്തുകൊണ്ടായിരിക്കണം ഈ കുട്ടിയുടെ പേര് വേദപുസ്തകത്തിൽ വന്നത്? മിതത്വമുള്ള, അവൾ ആത്യന്തികമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ. പെൺകുട്ടി എന്നും പെൺകുട്ടിയല്ലേ, ഒരുങ്ങാൻ ഇഷ്ടമുള്ളവളല്ലേ, അതല്ലേ പെൺകുട്ടി. സ്വാഭാവികമായി പെൺകുട്ടികളൊക്കെ കൊച്ചിലെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരുങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പെന്തക്കോസ് കുട്ടികളാണെങ്കിൽ പോലും കൊച്ചിലെ ആരുടെയെങ്കിലും കുപ്പിവള കിട്ടിയ എടുത്ത് ദേഹത്തിടാം. എന്തിനാ? അവർക്കൊരു പെൺകുട്ടിയാണ്, അവർക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്. അവൾ എന്തെങ്കിലും കണ്ടാൽ സാരി ചുറ്റും പൊട്ട് ചുറ്റും എന്തിനാ
ഒരുങ്ങുകയാണ്. അതങ്ങനെയാണ്. ആമ്പിള്ളേർ അന്നേരം ഒരു തോക്കെടുത്ത് വെടിവെക്കും എല്ലാവരെയും, അല്ലെങ്കിൽ സ്റ്റിയറിങ് ഡ്രെന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് ഇതാണ് പെണ്ണ് ഒരുങ്ങണ്ടേ, അവൾക്ക് ഒരുങ്ങണം. പക്ഷേ ഇവളൊന്നും ചോദിച്ചില്ല. ചോദിച്ചോ? ഇല്ല. മിതത്വമുള്ളൊരു കുട്ടിയായിരുന്നു. എല്ലാവരും പറഞ്ഞ് എന്തുണ്ടായിരുന്നു? മിതത്വം. എന്തുകൊണ്ടാണ് എസ്തേറിൻ്റെ ചരിത്രം മിതത്വമാണ്? കുറച്ചൊക്കെ മുമ്പ് കഴിഞ്ഞ ഒക്ടോബർ 2-നാന്ന് തോന്നുന്നു, ഗാന്ധിജിക്ക് എനിക്കൊരു ടാസ്ക് വന്നു. ഗാന്ധിജിയെ എങ്ങനെ ക്രിസ്തു സ്വാധീനിച്ചു എന്നുള്ളതിനെപ്പറ്റി ഒരു പ്രഭാഷണം നടത്തണം എന്നുള്ള ഒരു ടാസ്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേയേറെ വായിച്ചു, പലരുമായിട്ട് പോയി ഡിസ്കസ് ചെയ്തു, ഗാന്ധിയൻ ആൾക്കാരെയൊക്കെ കണ്ടു, മാക്സിമം കളക്ട് ചെയ്യാവുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്ത് കുറേ വായിച്ചു. അപ്പോൾ ആ വായനയിൽ എനിക്ക് കിട്ടിയ എല്ലാം ഒന്നും നമുക്ക് യോജിക്കാനൊക്കത്തില്ലെങ്കിലും എനിക്ക് കിട്ടിയ ഒരു കാര്യത്തിൽ എനിക്കൊരിഷ്ടം. ഗാന്ധിജിയുടെ ഒരു പ്രിൻസിപ്പിളാണ്, എന്ത് മേടിച്ചാലും ഏത് സാധനം എടുത്താലും ഒന്ന് ചോദിക്കണം, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? എല്ലാവരും പറഞ്ഞേ, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ഒന്നുകൂടെ പറഞ്ഞേ, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? ഒന്നുകൂടെ പറഞ്ഞ് മറക്കരുത്, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. അപ്പോൾ ഇതൊരു പ്രിൻസിപ്പിളായിരുന്നു. അപ്പോൾ എന്ത് കാര്യം എടുത്താലും ചോദിക്കുക. അന്നേരം സന്ദർഭവശാൽ എറണാകുളം പോയപ്പോൾ ഞാനും ഭാര്യയും കൂടെ ലുലു ചെന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാനും ഉണ്ടായിരുന്നു, കൺവെൻഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും എൻ്റെ ഭാര്യ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ എനിക്ക് നിന്നോളാം, അപ്പോൾ എനിക്ക് ആരുടെയൊക്കെ വർത്തമാനം പറയാൻ കിട്ടി, നീ പോയി മേടിച്ചോ, പക്ഷേ വിത്ത് എ കണ്ടീഷൻ, നീ വന്നേ. ഗാന്ധിജിയുടെ ഒരു ഫിലോസഫി എന്നെ വളരെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അവൾ ചോദിച്ചു എന്താണാവോ? ഞാൻ പറഞ്ഞു, ഏത് സാധനം എടുത്താലും 2 വട്ടം ചോദിക്കണം, ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്? അപ്പോൾ അവൾ പിന്നെയും കയറി. ഇപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു, ഗാന്ധിജി എന്ത് പഠിപ്പിച്ചു? ക്യാൻ ഐ മാനേജ് വിത്തൗട്ട് ദിസ്. 1.5 മണിക്കൂർ ഹൈപ്പർ മാർക്കറ്റിലൂടെ നടന്നിട്ട് ഒന്നും എടുക്കാതെ എൻ്റെ ഭാര്യ വന്നു. എന്നിട്ട് എന്നോട് പറയാം, കെട്ടി വണ്ടി ഓടിച്ച് എറണാകുളത്ത് വന്നപ്പോഴാണ് ഫിലോസഫി. ഓരോന്നും എടുത്തിട്ട് ചോദിച്ചു, ഒന്നും മേടിച്ചില്ല. അരിശം വന്ന അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ക്യാൻ യു മാനേജ് വിത്തൗട്ട് മീ? അപ്പം ഞാൻ പറഞ്ഞു, അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ഇവൻ ഐ കാണ്ട് ഇവൻ ഇമാജിൻ ദാറ്റ്. പക്ഷേ ഒരു കാര്യം, 2 വട്ടം ആലോചിച്ചാൽ പല കാര്യവും വേണോ? സത്യം പറ, 2 വട്ടം ആലോചിച്ചാൽ പല കാര്യവും വേണോ? ഇന്ന് ഒരു ശരാശരി മനുഷ്യൻ്റെ വീട്ടിൽ ഞാനും അങ്ങനെ സിംപ്ലിസിറ്റി ജീവിക്കുന്ന മനുഷ്യനൊന്നും അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് വലിയ ആദർശ ശുദ്ധി ജീവിക്കുന്ന ഒരാൾ. എന്നാലും സ്വാധീനിക്കപ്പെട്ടപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നെനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഏത് വീട്ടിൽ ചെന്നാലും ഏറ്റവും കൂടുതലുള്ളത് ചെരുപ്പാണ്. എന്തു ചെരുപ്പപ്പോൾ ഓരോ വീട്ടിലിരിക്കും. ചെരുപ്പിൻ്റെ വില മോനെ എൻ്റെ പേരറിയാതെ അവൻ്റെ സഹോദരനായിരുന്നു പണകത്ത് എന്തോ ഒരു പുതിയ ചെരുപ്പുണ്ട്, ബർക്കൻസൺ. എന്താ അതിൻ്റെ വില ഞാൻ ചോദിച്ചപ്പോൾ സ്റ്റാർട്ടിങ് 8,000. ലേറ്റസ്റ്റ് ഇടയ്ക്കൊരു വെറും ഒരു ക്യാഷ്വൽ ഇട്ടുകൊണ്ട് വന്നപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു, എന്നെ വിലയാ അച്ഛാ? അത് എനിക്ക് ഓഫറിൽ കിട്ടിയ ഓഫറിൽ 13,000, പിന്നെ ഒറിജിനലോ 18. ഇപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും എന്ത് ചെരുപ്പാപ്പാ? സത്യമാണോ? ഒരു വീട്ടിൽ എന്ത് ചെരുപ്പാണ്? ചെരുപ്പ് വെക്കാൻ തന്നെ ഒരു ട്രേ ഇങ്ങനെ, അത് തികയത്തില്ല. പിന്നെ അവിടെ എല്ലാം ചെരുപ്പാണ്, മൊത്തം ചെരുപ്പ്. എന്തു വിലയപ്പാ? ഞാനപ്പോൾ ഒരാളർത്ഥം, ഞാനെങ്ങും ഭയങ്കര ദാരിദ്ര്യം പിടിച്ച് അങ്ങനെ ദരിദ്രത്തിൽ വലിയ ലംബ്ലിസിറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടൊന്നും പറയല്ല കേട്ടോ, അങ്ങനെ തന്നെ കാണരുതേ പ്ലീസ്. എനിക്ക് പേടിയ ഇതൊക്കെ പറയും. എന്നാലും ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഓർമ്മയിലുണ്ട് 10ാം ക്ലാസ് വരെ ചപ്പലിട്ടുകൊണ്ട് യോഗത്തിനും പോവും, ചപ്പലിട്ടുകൊണ്ട് സ്കൂളിലും പോവും, ചപ്പലിട്ടുകൊണ്ട് പള്ളിയിലും പോവും. അങ്ങനെ ഓർമ്മയുള്ളവരൊന്ന് കൈപോക്കാവും. ചപ്പലിട്ട് പാൻ ചെയ്തൊക്കെ ഇട്ട് ഇന്നിട്ടിട്ട് 5 ചെയ്തൊക്കെയാണ് നമ്മൾ ചപ്പലിട്ടുകൊണ്ട് പോകുന്നത്. ചപ്പലിട്ടുകൊണ്ട് പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആറ്റി കുളിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ജോലി ചകിരിയും സോപ്പ് കിട്ടി ഇതെന്ത് ചെയ്യും? തേച്ച് കഴുകും. ഇന്ന് ചപ്പൽ തേച്ച് കഴുകുന്ന കണ്ടപ്പം കൊച്ചമ്മയോട് പറയുന്നു, അമ്മയ്ക്ക് OCD ആണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, വൃത്തി കൂടിയതാ, അമ്മയ്ക്ക് OCD. കാരണം ചെരുപ്പ് തേച്ച് കഴുകുക. അപ്പൻ്റെ ചെരുപ്പ് അങ്ങ് തേഞ്ഞ് അങ്ങ് പല പരുവായി, നമ്മളതിന് പേര് പറയും, അങ്ങ് നാക്ക് പോലായി. കണ്ടിട്ടില്ലേ? ആയി എൻ്റെ വള്ളി പൊട്ടിപ്പോയി. ഞാനോർത്ത് പുതിയ ചെരുപ്പ് കിട്ടുന്നു. കാരണം ഒരു വൈകിട്ട് വന്നപ്പം കണ്ടോ നിൽക്കുന്നു പുതിയ 2 വള്ളി. ചെരുപ്പല്ല, ചെരുപ്പിൻ്റെ 2 വള്ളി. ചെരുപ്പ് പൊട്ടി തേഞ്ഞാലും തരത്തില്ല, വള്ളി മേടിച്ച് തന്ന് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അത്യാവശ്യം. പിന്നെ ഒരു ലെതർ ചെരുപ്പൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. അത് പിന്നെ കല്യാണത്തിനൊക്കെ പോകാനോ എന്ത് ചെയ്യത്തുള്ളൂ, ഇടത്തുള്ളൂ. അങ്ങനെ ജീവിച്ചവർക്ക് ഇന്ന് എന്ത് ചെരുപ്പാണ് സത്യത്തിൽ. ഒരു ചെരുപ്പിൻ്റെ വില, ഒരാളുടെ ചെരുപ്പുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിക്കുക. ചെരുപ്പിൻ്റെ വില കൂട്ടി വെച്ചാൽ പെണ്ണിനെ കെട്ടിക്കുക. എന്ത് ചെരുപ്പപ്പാ? ഒരു ചെറുക്കൻ അങ്ങ് ചെരുപ്പിട്ട് അങ്ങ് ചള്ളയ്ക്കാത്ത എന്നെ ചോദിച്ചു, ഇത് നല്ല ചെരുപ്പപ്പം, എൻ്റെ അപ്പം പോകുന്നില്ല, ഇത് പോകുന്നില്ല. ഈ വുഡ്ലാൻഡൊക്കെ ആണെങ്കിൽ പോത്തില്ല.
അപ്പോൾ ഇത് പോയില്ലേ അപ്പം വേറെ മേടിച്ചും തരത്തില്ലത്. അപ്പം എൻ്റെ പൊന്നു പ്രിയരെ ഒത്തോണെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ലിമിറ്റ് ചെയ്താലേ നമുക്ക് മേളിൽ അക്കൗണ്ട് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ, എന്നാലേ ഒരാളെ സഹായിക്കാനൊക്കത്തുള്ളൂ. വെള്ളം ഒക്കത്തുള്ളൂ. എല്ലാം തികഞ്ഞിട്ട് ഒരാളെ സഹായിക്കാൻ ഒക്കുമോ? ഇല്ല. നമ്മുടെ ഒരു കാര്യം മാറ്റി വെക്കുമ്പോഴേ, ഒരു കാര്യം വേണ്ടാന്ന് വെക്കുമ്പോഴേ മറ്റൊരാളെ സഹായിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ സഹായിക്കുമ്പോഴാണ് നമുക്ക് മേളിൽ നിക്ഷേപമൊക്കെ ഉണ്ടാകുന്നത്. എങ്കിലും എളിവൻ പറയട്ടെ, പല കാര്യങ്ങളും എടുക്കുമ്പോൾ ഒന്ന് ലിമിറ്റ് ചെയ്ത് ജീവിക്കുന്ന ക്രൈസ്തവ ലാളിത്യം. നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനിടമില്ലാതെ 33.5 കൊല്ലം താമസിച്ചു ഭൂലോകത്തിൽ. പക്ഷെ പറയുന്നു, കർത്താവേ, നിൻ്റെ രൂപം എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേപ്പോലെ ആരാ ഉള്ളത്. ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, 2026 കർത്താവെ കുറച്ചുകൂടെ ലളിതമായി ജീവിക്കാനുള്ളൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി പ്രാർത്ഥിക്കാമോ? കുറേ അരിപ്പരാകാൻ വേണ്ടിയൊന്നും അല്ല, പിശുക്കരാകാനും അല്ല, അങ്ങ് വൃത്തികേടായിട്ട് നടക്കാനൊന്നും അല്ല, മാന്യമായിട്ട് ജീവിക്കണം. പക്ഷേ ഏത് കാര്യം എടുത്താലും രണ്ടാമതൊന്നുകൂടെ ചോദിച്ചിട്ടാലേ എടുക്കാതിരിക്കാം. അതുകൊണ്ട് മറ്റൊരാളെ സഹായിക്കാനൊക്കും. അങ്ങനെ ചെയ്താൽ അവരെൻ്റെ കണ്ണീരൊപ്പുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇവൾ വേണ്ടതല്ലാതെ ഒന്നും എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല. അപ്പോൾ ഒന്ന്, അവളുടെ പ്രത്യേകത എസ്തേറിൻ്റെ മിതത്വമുള്ള സ്ത്രീയായിരുന്നു. അങ്ങനെ അവളെക്കുറിച്ച് പറയുകയാണ്. അവിടെ ചെന്നു, രാജാവിന് ഇഷ്ടപ്പെട്ടു. അവിടെ തലയിൽ രാജകിരീടം വെച്ചു. അവിടെ തലയിൽ രാജകിരീടം വെച്ചു. പൊന്നെ, രാജകിരീടം വെച്ചപ്പോൾ 127 പ്രൊവിൻസസിൻ്റെ ചക്രവർത്തിയുടെ ആരായി? ഫസ്റ്റ് ലേഡിയായി. പിന്നെ അവൾ ആരപ്പാ? ഫസ്റ്റ് ലേഡിയായി. പക്ഷേ ഈ ഫസ്റ്റ് ലേഡിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്, പലരും പിന്നെ കണ്ടാൽ മിണ്ടില്ലപ്പാ, മിണ്ടില്ല. എന്നോ ഗമയെന്നറിയാമോ? ഒരു നല്ല പ്രസംഗമൊക്കെ ഇപ്പോൾ ഇച്ചിരി കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ഇച്ചിരി പേരൊക്കെ ആയ ഒരു പാസ്റ്ററിടത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ പഴയ കുറേ യൂത്തിൻ്റെ സുഹൃത്തുക്കളെ കണ്ടു. ഇവന്മാർ സന്തോഷം കണ്ട് ഓടി വന്ന് എന്നെ അങ്ങ് കെട്ടിപ്പോയി. അവർ നമ്മുടെ പേരൊക്കെ വിളിക്കുന്ന പഴയ കൂട്ടുകാരൻ. ഇപ്പോൾ ഈ പുള്ളിയെ വിളിച്ച പുള്ളി ഇങ്ങനെ മസിൽ പിടിച്ച് എന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡിന് അതൊക്കത്തില്ല. എന്തോ സ്റ്റാൻഡേർഡാണ് എൻ്റെ അപ്പ, എത്ര ഉയർത്തിയാലും ഇവളിങ്ങനെ രാജ്ഞിയായപ്പോൾ മാറിയൊന്നുമില്ല. ഞാനതിന് സാധാരണ ഒരു കഥ പറയാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, വലിയൊരു പാസ്റ്ററെ ഒരിക്കൽ ബാങ്കിൽ ഇരിക്കുമ്പോൾ ഇവൻ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ സുഹൃത്താണ്, പുള്ളി കൗൺസിലിംഗ് കഴിഞ്ഞ ആളാണ്. ഇന്ന് അദ്ദേഹം എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ, എൻ്റെ പൊന്നെ, ഈ മാനേജർ പുള്ളിയുടെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ ഒരാളാണ്, ഒന്ന് ചെന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. ഈ പുള്ളി ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ഇങ്ങനെ അട്ടിമുട്ടി ഇവനെ നോക്കി കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞെന്നാ പ്രൈസ് ദി ലോർഡ്. ഇവൻ എടുത്ത വായിച്ചു ചോദിച്ചു, എൻ്റെ പൊന്നച്ച ഒറിജിനൽ സൗണ്ടിൽ ഒരു പ്രൈസ് ദി ലോർഡ് പറയാൻ ചോദിച്ചു. ഓർക്കാപ്പുറത്തായതുകൊണ്ട് പുള്ളി പെട്ടെന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡേ. എന്തിനപ്പം ഈ ജാടയൊക്കെ? ഇവളിത്രയും വലുതായിട്ടും ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്, മൊർദെഖായി കൽപ്പിച്ചതുപോലെ പഴയ പോലെ തന്നെ ചെയ്തു. അങ്ങനെയാണോ? എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ തന്നെ പിന്നെയും അവൻ്റെ അനുസരിച്ചു? കൽപ്പന അനുസരിച്ചു. ഇത്രയും ഉയർന്നിട്ടും എസ്തേറിൽ കണ്ടൊരു പ്രത്യേകത, വന്ന വഴി മറക്കാത്തൊരു പെൺകുട്ടിയാണ്. അവൾ വന്ന വഴി എന്ത് ചെയ്തില്ല? മറന്നില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് മറക്കരുത്? വന്ന വഴി മറക്കരുത്. വലിയൊരു മനുഷ്യൻ പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനത്തെ ഒരു വലിയ വീട്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഭയങ്കര എത്ര സ്ക്വയർ ഫീറ്റ്? 8000. വലിയ വീടാണ്. എലിയവനെ അവിടെ വിളിച്ചുകൊണ്ട് പോയി. എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ കയറി താമസമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ അവരെന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇതെല്ലാം കയറി കണ്ടിറങ്ങി വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക ലിവിങ് റൂമിൻ്റെ ഒരു സൈഡിൽ പെരയ്ക്കകത്തൊരു സാധനം ഇരിക്കുന്നു. ഞാൻ ചെന്ന് നോക്കി, എനിക്കൊരു അത്ഭുതം. ഇന്നെന്താണ്? മണ്ണ് കെട്ടിയ ഒറ്റ മുറിയുടെ ഒരു സാധനം ലിവിങ് റൂമിൽ. എന്നിട്ട് അതിന് ഒറ്റ വാതിൽ, തറ ചാണകം അതിൻ്റെ അകത്ത്, എന്നിട്ട് ഒരു റാന്തൽ തൂക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ? ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങളും സഹോദരങ്ങളും എല്ലാം കൂടെ വളർന്നത് ഈ ഒറ്റ മുറിക്കകത്ത. പിന്നെ അതായിരുന്നു അടുക്കള, ലിവിങ് റൂം, ബെഡ്റൂം എല്ലാവരും ഇന്നത്തായിരുന്നു കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അഹങ്കാരം വരുമ്പോൾ ഒന്ന് പോയി നോക്കി നിൽക്കാൻ ഞാനിത് വെച്ചേക്കുക. ഇച്ചിരി അഹങ്കാരം വരുമ്പോൾ, ഇച്ചിരി പ്രാർത്ഥിക്കേണ്ടെന്ന് തോന്നുമ്പോൾ, പിന്നെ പിള്ളേരങ്ങനെ തായ്ലൻഡിൽ പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒന്ന് പോയി നോക്കാൻ.
വെച്ചേക്കുക. ഇവിടുന്നാ വന്നെന്ന് മറക്കരുതേ, വന്ന വഴി മറക്കരുത്. എത്ര ഉയർത്തിയാലും ഇടയ്ക്കിടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കുന്നവനൊരു ഗുണമുണ്ടാകും. അവൻ ഒരിക്കലും അഹങ്കാരിയാകത്തില്ല. തിരിഞ്ഞു നോക്കുന്നവൻ ഒരിക്കലും ആരാകത്തില്ല, അഹങ്കാരിയാകത്തില്ല. ആകുമോ? ഇല്ല. ഞാനങ്ങ് എളിമപ്പെട്ട് പറയുക, ഞാനങ്ങനെ വലിയ പ്രാസംഗികനാണെന്നോ ഒക്കെ എനിക്ക് തോന്നിയ ചിലപ്പോഴൊക്കെ പാസ്റ്റർ ഇപ്പോൾ എവിടാണ്, ഏത് രാജ്യത്താണ് അറിയാത്തതുകൊണ്ടൊക്കെ വിളിക്കുകയാണൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ വല്യപ്പനെല്ലാം കർത്താവിൻ്റെ വില ചെയ്തപ്പം വീട്ടിലായിരുന്നു ആരാധന. പിന്നൊരു ഹോളും ഞാൻ 2001 ബീഡി കഴിഞ്ഞ് വന്നു, അപ്പയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി. നല്ലപോലെ കഷ്ടപ്പെട്ടു. ഞാൻ വെറുതെ പറയല്ല, നല്ലപോലെ ഞാൻ കഷ്ടപ്പെട്ടു. വെളുപ്പിനെ എഴുന്നേറ്റ് കുടിയന്മാരെ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ വീട്ടിൽ ചെല്ലും. പൊക്കിയെടുത്തുകൊണ്ട് പിന്നെ അവന് മതിയട എന്നെ കൊണ്ട് ഉറങ്ങുന്നിടം വരെ കൊണ്ടു കിടക്കുക. അങ്ങനെ ഞാൻ 9 വർഷമൊക്കെ കൊണ്ടു കിടന്നവരാണ്. എൻ്റെ വീട് നിറച്ച് 8, 10, 15 പിള്ളേരെ ഞാൻ കൊണ്ടിട്ട് താമസിപ്പിച്ച് കുറേയൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ, ഒത്തിരി എണ്ണം രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു കാലം, അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ വന്നൊരു ദിവസം അമ്മ മരിച്ചു കഴിഞ്ഞ് അപ്പായെ ഒരാളെ വിളിച്ചു വീട്ടിൽ വരെ വരണം. തിരിച്ചു വന്നപ്പോൾ അപ്പയുടെ മുഖത്തൊരു സങ്കടം. ഞാൻ ചോദിച്ചു എന്താ പറ്റി? അപ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അപ്പ പറഞ്ഞു ഒന്നുമില്ല. പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താ പറഞ്ഞു? ഒറ്റ കാര്യം പറഞ്ഞു, നീ ഇനി ഇവിടെ പ്രസംഗിക്കരുതെന്ന് പറയാൻ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഞാനെന്താ തെറ്റിയത്? അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പ്രസംഗത്തിൽ ഒത്തിരി തമാശ പറയും, അത് പാടില്ല, അത് പറയാനാണ് വിളിച്ചു. പ്രസംഗിച്ചാൽ ഞങ്ങളിനി ഇല്ലെന്നാ. ഞാൻ ചോദിച്ചു ഞങ്ങളെന്ന് പറഞ്ഞാൽ അതാടാ എൻ്റെ സങ്കടം. നമ്മൾ ചിന്തിക്കാത്തവരൊക്കെ ആ ഗായകയിലുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് എൻ്റെ ഒരു കൊച്ചമ്മ വരെ ഉണ്ടോ എന്നൊരു സംശയം തോന്നിക്കുമ്പോൾ അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പം ഞാൻ അപ്പടി ചോദിച്ചു, അപ്പം ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ അപ്പയുടെ ഒരു മറുപടി, എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നിൻ്റെ അമ്മയും ഞാനും കൊട്ടലുണങ്ങി 21-40 ഇരുന്ന് ഉണ്ടായതാ, കുട്ടിച്ചോറാക്കല്ലേടാ. നെഞ്ചു പൊട്ടി പറഞ്ഞ ഇല്ല. ഞായറാഴ്ച ഞാനങ്ങ് ആൾക്കാരെയൊക്കെ സ്വീകരിക്കും, ട്രിപ്പടിക്കും, ജീപ്പ് ഓടിക്കും, കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പതുക്കെ അങ്ങ് മുങ്ങും. എവിടെ പോയതാ? എന്നെ ഒരാൾ വിളിച്ചു. എവിടെ? അവിടെ ശുശ്രൂഷിക്കാൻ. എന്നെ ആരും വിളിച്ചില്ല. ഞാൻ ചിലയിടത്തൊക്കെ ചെന്ന് കയറിയപ്പോൾ അവർക്കൊരു സന്തോഷം, പ്രിൻസിപ്പൽ എന്നെ വന്നേ. ആത്മാവ് നിയോഗം എന്തോന്നാ? സത്യം, ഒരു നിയോഗം ഇല്ലായിരുന്നു, ചുമ്മാ പോയതാ. ഏതായാലും അങ്ങനെ ചിലപ്പോൾ എങ്ങും പോകാതെ ഞാൻ വഴി കിടന്ന് കറങ്ങി ജീപ്പൊക്കെ ഓടിച്ച് തിരിച്ചു വരും. അങ്ങനെയൊരു കാലം. പിന്നെ തമ്പുരാൻ എന്നെ മാറ്റി. ഞാനിപ്പോൾ ഇങ്ങനെ തിരക്കൊക്കെ കൂട്ടുമ്പോൾ ഒരു കാര്യം ഓർക്കേ, എന്നെ വേണ്ടാന്ന് പറഞ്ഞ മാസങ്ങൾ ഞാനിങ്ങനെ കറങ്ങി നടന്നൊരു ഞായറാഴ്ചയുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ചർച്ചിൽ ഫസ്റ്റ് സർവീസ്, പിന്നെ പവർ വിഷൻ, പിന്നെ സെക്കൻഡ് സർവീസ്, ഇടയ്ക്ക് വൈകിട്ട് കോട്ടയത്ത്, അങ്ങനെ ഓടുമ്പം ഒരു കാര്യം എനിക്കറിയാം, വേണ്ടാന്ന് പറഞ്ഞൊരു കാലം എനിക്കുണ്ട്. അത് തിരിഞ്ഞു നോക്കിയാൽ പകുതി അഹങ്കാരം അങ്ങ് പോകും. എത്ര ഉയർന്നാലും തമ്പുരാൻ വന്ന വഴി മറക്കാതിരിക്കാൻ ഇവളങ്ങനെ ആയിരുന്നു. വന്ന വഴി എന്ത് ചെയ്തില്ല? മറന്നില്ല. രണ്ടാമതൊരു കാര്യം ചെയ്തു, വളർത്തിയവരെ മറന്നില്ല. പറഞ്ഞേ, ആരെ മറന്നില്ല? വളർത്തിയവരെ മറന്നില്ല. എല്ലാം വളർത്തിയവരെ മറന്നില്ല. ദോഷം മാത്രം പറയരുതല്ലോ. പിറവത്തിനടുത്തൊരിടത്ത് ശുശ്രൂഷിക്കുക. യോഗം ഇതുപോലെ നടക്കുമ്പോൾ ഒരു റബ്ബറും തോട്ടോ, ഞാൻ ശ്രദ്ധിച്ചൊരു മുട്ടൻ മനുഷ്യൻ റബ്ബറെ ചാരി നിന്ന് വചനം കേൾക്കുന്നുണ്ട്. യോഗം കഴിഞ്ഞപ്പം പാസ്റ്ററോട് പറഞ്ഞു, അവരാ നമുക്ക് ഈ സ്ഥലം തന്നത്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. ചെന്നപ്പോൾ അമ്മച്ചിക്ക് 98 വയസ്സായി, മറവിയുടെ ലോക. ഏതായാലും പ്രാർത്ഥിച്ചു. അപ്പം ഓർത്തഡോക്സുകാരാ, ഞാൻ വളരെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായ 80, ദീർഘായുസ് കൊടുത്തു. മറവിയുടെ ലോകത്തൂടെ പോയിരിക്കുന്ന ഈ അമ്മയെ അധികം കഷ്ടത്തിലാക്കാതെ അങ്ങയുടെ അടുക്കലേക്ക് ചേർക്കാൻ തിരുവുള്ളം പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൈ എൻ്റെ തോളത്ത് വെച്ചു. നോക്കിയപ്പം ഈ ബലിഷ്ഠകാനായ മോന. ഞാനിങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, സെഞ്ചുറി അടിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുക പാസ്റ്ററെ, മറിച്ച് പ്രാർത്ഥിക്കില്ലേ. എന്നിട്ട് ഒരു വാക്കൂടെ മനുഷ്യൻ പറഞ്ഞേ, കർഷകനാ, സാധാരണക്കാരനാ, അമ്മയ്ക്ക് മറവിയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയാണ് ഇവരെങ്ങനെ എന്നെ വളർത്തിയെന്ന്. മറവിയില്ലാത്ത ഇന്ന് മനുഷ്യർക്കൊക്കെ മറവിയാണ്. പ്രിയമുള്ളവരെ, വളർത്തിയവരെ മറക്കാത്തൊരു പെൺകുട്ടിയുടെ പേരായിരുന്നു എസ്തേർ. വന്ന വഴി മറന്നില്ല, വളർത്തിയവരെ മറന്നില്ല. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, വന്ന വഴി മറന്നില്ല, വളർത്തിയവരെ മറന്നില്ല. പ്രാർത്ഥിക്കും എളിയദാസൻ ദൈവത്തോട്, എത്ര ഉയർത്തിയാലും എത്ര സമ്പത്ത് തന്നാലും സന്തോഷപ്പാ. പക്ഷേ ഒരു കാര്യം, അഹങ്കാരി ആകുമെന്ന് തോന്നിയാൽ അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ തമ്പുരാനെ
കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം അഹങ്കാരിയാകുമെന്ന് അങ്ങയ്ക്ക് തോന്നിയാൽ അതിൻ്റെ തലേദിവസം ഒരറ്റായിക്ക് എടുത്തേക്കണം. കാരണം അഹങ്കാരിയായിട്ട് ഒരു ദിവസം ജീവിക്കുന്നതിലും നല്ലതാണ് തമ്പുരാൻ്റെ അടുക്കൽ അങ്ങ് പോകുന്നത്, അല്ലേ? എത്ര ഉയർന്നാലും വന്ന വഴി മറക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഇത് പുതുവർഷത്തിൻ്റെ ആദ്യത്തെ രാത്രി തിരിഞ്ഞു നോക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യാനും വളർത്തിയവരെയും വന്നവരെയും നടന്നവരെയും നടത്തിയവരെയും ഒക്കെ ഒന്ന് ഓർക്കാനും ഉള്ളൊരു ദിവസമായി മാറട്ടെ. അങ്ങനെ എസ്തേർ അവിടെ ഇരിക്കുകയാണ്. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി കേട്ടോ. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ രാജാവിനെ കൊല്ലാൻ വേണ്ടി 2 ഷണ്ഡന്മാർ ആലോചിച്ചു. ഇത് മൊർദെഖായി കേട്ടു. വിവരം ആരെ അറിയിച്ചു? രാജാവിനെ എസ്തേറിനെ അറിയിച്ചു. എസ്തേർ അത് ചക്രവർത്തിയെ അറിയിച്ചു. ചക്രവർത്തി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സത്യമെന്ന് കണ്ടു. അവരെ കഴിവിലേറ്റി. ആ വാർത്ത എവിടെ എഴുതി വെച്ചു? ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം രാത്രി രാജാവിന് ഉറക്കമില്ലാതെ വന്നപ്പോൾ എന്തോ വായിച്ചു, ഈ പുസ്തകം വായിച്ചു. അവൻ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഹാമാനെ വിളിച്ച് വരുത്തുന്നു. പിന്നെ എന്തോ ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഹാമാൻ തനിക്കാണെന്ന് ചോദിച്ച് വലിയൊരു ലിസ്റ്റ് പറഞ്ഞു. ഇതെല്ലാം ചെയ്തേക്കാൻ പറഞ്ഞു. ആർക്കാ? മൊർദെഖായിക്കാ. പക്ഷേ ഈ രാജാവിൻ്റെ കയ്യിലൊരു ഓർമ്മയുടെ ദിനവൃത്താന്ത ബുക്ക് ഉണ്ടായിരുന്നു, ഡയറി ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പം എനിക്കെൻ്റെ മനസ്സിൽ ദൈവം ഒരു ദൂത് തന്നു. രാജാവിൻ്റെ കയ്യിലൊരു ദിനവൃത്താന്ത പുസ്തകം, ഓർമ്മയുടെ പുസ്തകം ഉണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലൊരു പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിൽ ഒരു പുസ്തകം എന്ത് പുസ്തകമാണ്? സ്മരണയുടെ പുസ്തകമാണ്, ഓർമ്മയുടെ പുസ്തകം. എല്ലാവരും പറഞ്ഞേ, എന്തിൻ്റെ പുസ്തകമാണ്? ഓർമ്മയുടെ പുസ്തകം. അതിനകത്ത് വല്ലതും വേണ്ടേ? വേണം. അത് ഒരു അനുബന്ധമായിട്ടൊരു സംഭവം പറയുക. എന്തിനാ? മറക്കാതിരിക്കാനാ. 2018 വെള്ളപ്പൊക്കം. 2018 വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം പണ്ട് കേട്ട് കഴിവിയായിരുന്നു, പിന്നൊരു രസമായിരുന്നു. പക്ഷെ 18 വന്നപ്പോഴാണ് രസമല്ലെന്ന് തോന്നിയത്. ഞാൻ ഈ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങി നിന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഇവർ കാണണം വെള്ളപ്പൊക്കം എന്നുള്ള ചിന്തയിൽ ടൗണിൽ കൊണ്ടുപോയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം വെള്ളം വരുന്ന കണ്ടപ്പം, ഇതിൻ്റെ വരവ് ഗതി കണ്ടപ്പോൾ എനിക്കൊരു അബദ്ധം തോന്നി. ഇത് അപകടമാണ്. കാരണം പിടിവിട്ട വരവാണ്. അന്നൊരൊത്തിരി രസമുണ്ടായി, രസകരമായൊരിത്തിരി സംഭവം ഉണ്ടായി. വെളുപ്പിനെ 3 മണിക്ക് ഞാൻ ഞങ്ങളുടെ ഒരാളെ വിളിച്ചു. അച്ഛാ ഒന്ന് നോക്കിക്കേ, പുറകത്തെ തോട് ഇവിടെ 95 വന്നിട്ടില്ല എന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട. അങ്ങനെയല്ല, നോക്കിയപ്പം താണ്ട് സിറ്റൗട്ടി വെള്ളം കയറുക. ചേച്ചി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, കൽപ്പിക്കുന്നു അടുക്കരുത്. ആര് കേൾക്കാനാ? എവിടെ കേൾക്കാനാ? വെള്ളം കയറി വരിക. എല്ലാം കൂടെ പറക്കി മേളിക്കൊണ്ടിട്ടു. എവിടെ? ഈ റൂഫിൻ്റെ ഷീറ്റുണ്ട്, അവിടെ ഇട്ടിട്ട് അവിടെ ഇരുന്നപ്പം താണ്ട് സ്റ്റെയർ കേസ് കഴിയും റൂഫിലോട്ട് വെള്ളം കയറിയപ്പം ചോക്കെടുത്ത് വരച്ചു. അതിരിട്ട് പ്രാർത്ഥിക്കുന്നു. ആര് കേൾക്കാനാ? എല്ലാം കയറി മൊത്തം ഒഴുകിപ്പോയി. ഇത്രയും വെള്ളത്തിൽ ഇന്നപ്പം നാട്ടുകാർ മേളിൽ നല്ല ചെടി ഇറങ്ങി വാടിയെന്ന് പറഞ്ഞു. അവസാനം അവിടെ നിന്ന് ഇറങ്ങി നീന്തി പോകുമ്പോൾ പുള്ളിക്കാരത്തെ ദിഗംബരം പൊട്ടുമാർ ഉറക്കെ പറഞ്ഞു, എന്നാൽ കർത്താവെ തോന്നിയതുപോലെ ചെയ്തോളാൻ. അതായിരുന്നു ആ വെള്ളപ്പൊക്കം ഇനി വരികയല്ലേ, അതെല്ലാം കൊണ്ടുപോകല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഒരു ദൈവദാസൻ്റെ വീട്ടിൽ ഞാൻ വെള്ളത്തിൽ നിൽപ്പുണ്ട്. പുള്ളിയോട് ഞാൻ പൊക്കോളം പറഞ്ഞു, നീ പോയി പിള്ളേരെ കൊണ്ടുപോയിട്ട് ആദ്യം. ഏതായാലും പുള്ളി എല്ലാം മേളിൽ കയറിയുന്നു. അവിടെയും വെള്ളം വന്നു. ഒരു വള്ളം വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ദൂരെ ഒരിടത്ത് ഇറക്കി വിട്ടു. വള്ളത്തെ ദൈവദൂതനെ പോലെ ഒരാൾ വന്നു. എല്ലാം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ ഞാനത് പിന്നെ ഇല്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് ക്യാമ്പ് ഞങ്ങളുടെ ചർച്ചിലായിരുന്നു, എല്ലാവർക്കും അറിയാം. അവിടെ ജനറേറ്റർ കൊണ്ടുവന്ന് ഞങ്ങൾ കറണ്ട് കൊടുത്തിട്ട് ഈ ചാർജ് ചെയ്യാനുള്ള എല്ലാ പോയിൻറ്റും ഇട്ട് കൊടുത്തു. റാന്നി മുഴുവൻ വന്ന് അവിടെ ചാർജ് ചെയ്ത്. അപ്പോൾ എല്ലാം സ്വിച്ച് ഓഫായി, ഡ്രെയിനായി പോയില്ലേ, ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ആയില്ലേ. അപ്പോൾ എല്ലാവരും വന്ന് ചാർജ് ചെയ്യുക. ഈ ദൈവദാസൻ ആരോ കൊടുത്ത ഒരു ഷർട്ടും കൈലിയും ഒക്കെ കൊടുത്ത് പുറത്തിറങ്ങി തൻ്റെ സ്കൂട്ടറെ വീട്ടിൽ വന്നു ചാർജ് ചെയ്തപ്പം ചാർജ് ഓണാക്കിയപ്പോൾ വന്ന ഫസ്റ്റ് കോളുകളിൽ ഒരാളാണ്. ഇദ്ദേഹം മുംബൈയിലായിരുന്നു. മുംബൈയിൽ ഇരുന്നുകൊണ്ട് താൻ അവിടെ ഒരു ജോലി ചെയ്യുമ്പോൾ അന്ന് ഈ മുംബൈ ചെന്ന വഴിയാണ് എല്ലാവരും ഗൾഫിൽ പോവുക. ഒരാളവിടെ ക്ഷീണമായിട്ടിരിക്കുന്ന ആളെ താൻ കണ്ടു കേട്ടോ. അപ്പോൾ താൻ ചെന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ടിക്കറ്റ് കിട്ടാതിരിക്കുക. ഇദ്ദേഹത്തെ കൊണ്ടുപോയി തനിക്ക് പരിചയമുള്ള ഒരു ഫ്ലാറ്റ് അവിടെ കൊണ്ടാക്കി. അവിടെ ആരെയില്ല, അവിടെ ആക്കിയിട്ട് ഇദ്ദേഹം ലോക്കൽ ട്രെയിനിൽ കയറി വീട്ടിൽ പോയി. അപ്പോൾ രാത്രി ഇദ്ദേഹത്തെ പനിച്ചു. എങ്ങനെയോ ഇദ്ദേഹത്തെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഫ്ലാസ്കിൽ കാപ്പിയൊക്കെ ആയിട്ട് രാത്രി തിരിച്ചു വന്നിട്ട് പിന്നെയും തിരിച്ചു പോയപ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത് ഇനി ഒരു 1.5 മണിക്കൂർ ലോക്കൽ ട്രെയിനിൽ കയറി ഇദ്ദേഹം പോയാലേ വീട്ടിൽ ചെല്ലത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ കയറ്റി വിട്ടു. അദ്ദേഹം അതുവഴി ഗൾഫിൽ പോയി, പിന്നെ അതുവഴി അമേരിക്കയിൽ പോയി. വർഷങ്ങൾ 3.5 പതിറ്റാണ്ട് പിന്നിട്ടു. കാലം പെട്ടെന്നല്ലേ പോവുക. അതെല്ലാം കോണ്ടാക്ട്സ് ഒന്നും ഇല്ല. പക്ഷേ ഫോൺ ഓണാക്കിയപ്പോഴാണ് ഒരാൾ വിളിച്ചു. ഓർമ്മയുണ്ടോ? ഇന്നാരാ പണ്ട് ഞാൻ ഗൾഫിൽ ബോംബെ എന്നെ കയറ്റിയിട്ടത് അച്ഛനാ.
ആണോ? ശരി, ഓർമ്മ വന്നു. എവിടാ? അമേരിക്കയില. എന്തുകൊണ്ട് വിശേഷം? താങ്കളുടെ വീട്ടിൽ വെള്ളം കയറിയെന്നൊരു വാർത്ത ആരോ പറഞ്ഞു. നേരാണ്? ആ നേരാ. പുള്ളി വളരെ ആരോടൊന്നും പറയാത്ത ആളാണ്. നേരാ. അപ്പോൾ എനിക്കൊരു കാര്യം, എനിക്കത് കേട്ടപ്പോൾ ഒരു സങ്കടം. അന്ന് എന്നെ സഹായിച്ചല്ലേ, കാപ്പി രാത്രി വെള്ളമൊക്കെ കൊണ്ട് തന്നില്ലേ, ഒരു 75,000 രൂപ ഞാനിപ്പം ഒരാളുടെ വശം കൊടുത്തു വിടും. ഇച്ചിരി കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് ഞാൻ ഇങ്ങനെ അങ്കിളിനെക്കുറിച്ച് പറഞ്ഞു, പപ്പായ അന്ന് സഹായിച്ച അങ്കിളാണ്, അങ്കിളുടെ വീട്ടിലെ വെള്ളം നിറഞ്ഞപ്പം കൊച്ചുങ്ങൾക്കിപ്പം ജോലി കിട്ടി, അവരുടെ വക 75,000, ഇപ്പോൾ 1,50,000 രൂപ തരും. ഈ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട്, ഇടാ 35 വർഷം മുമ്പ് കട്ടൻ കാപ്പി രാത്രി കൊണ്ട് കൊടുത്തതിന് 1,50,000 രൂപ. ഇതെന്തോ കണക്കാണ്? 35 വർഷം മുമ്പ് 1,50,000 കട്ടൻ കാപ്പി കൊടുത്തതിന് ഇപ്പോൾ എത്ര? 1,50,000 രൂപ. എനിക്കൊരു കാര്യം അപ്പം മനസ്സിലായി, ഒരു തണ്ണീര് കൊടുത്താലും ഓർമ്മയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിടുവന്ന്. സത്യപ്രിയരെ, തമ്പുരാൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ, ഓർമ്മയുണ്ടോ? അത് മറക്കാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അനീതിയുള്ള ദൈവമല്ല. ആണോ? അല്ല. ഓർമ്മയുടെ പുസ്തകം രാജാവ് എടുത്ത് നോക്കിയപ്പോൾ ഓർമ്മയുടെ പുസ്തകം കണ്ടു. കാലം മുമ്പോട്ട് പോവുക. ഇതിനിടയ്ക്കാണ് ഒരു സംഭവം ഉണ്ടായത്. മൊർദെഖായി ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചില്ല. കുമ്പിടലും നമസ്കരിക്കലും ആദരവും രണ്ടും രണ്ടാണ്. ഹാമാൻ ആരാധന ഇഷ്ടപ്പെട്ടു. മൊർദെഖായി ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന മൊർദെഖായിക്ക് അത് ബുദ്ധിമുട്ട് കൊടുത്തില്ല. അപ്പം ഹാമാന് ദേഷ്യമായി. ഹാമാൻ ഒരു കാര്യം ചെയ്തു. ഹാമാൻ ഇവരെ അങ്ങ് നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, എല്ലാത്തിനെയും തീർത്തേക്കാം. ശരി, അതിന് എന്തോ ചെയ്യും? 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, 1-ാം മാസം മുതൽ 12-ാം മാസം വരെയുള്ള എല്ലാ ഡേറ്റും ചീട്ടിട്ട് നമ്മൾ ഈ പണ്ട് കാക്കാത്തിമാരെ ചീട്ടും കൊണ്ടൊക്കെ നടക്കത്തില്ലേ? ഇപ്പം നമ്മുടെ ഒരു നാട്ടിൽ ചൊല്ലുണ്ട്, ഈ തത്ത എന്താ, ഈ ചീട്ട തത്ത എന്ത് ചെയ്യത്തില്ല, കൊത്തത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചീട്ടിട്ടു. ആ ചീട്ടിൻ്റെ പേരെവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? പൂരെന്ന് പറഞ്ഞ ചേട്ടാണ്. ചീട്ടിട്ട് ഒരു ദിവസം എടുത്തു. അത് 12-ാം മാസം 13-ാം തീയതി. ഡേറ്റ് എന്ന് പറഞ്ഞ് 12-ാം മാസം 13-ാം തീയതി. ഇത് ഞാൻ അവിടുത്തെ പ്രസംഗിച്ചപ്പോൾ ന്യൂമറോളജിയിൽ അറിവുള്ള ഒരാൾ എന്നോടെന്ന് പറഞ്ഞു, പക്ഷേ 7-ാമത്തെ നമ്പറിന് 1-ാമത്തെ നമ്പറിനൊക്കെ കാശ് കൊടുത്ത് ഓപ്ഷൻ ലേലം വിളിച്ചെടുക്കും. പക്ഷേ 13-ാം നമ്പർ മുറി ആരും എടുക്കാറില്ല പലയിടത്തും. എന്നാ കാര്യം? നല്ലതായി നമ്പറല്ല. അപ്പോൾ അവരെടുത്ത ദിവസം ഏറ്റവും മോശപ്പെട്ട ദിവസമാണ്. ആരെ കൊല്ലാനെടുത്തത്? യഹൂദനെ മുഴുവൻ ചീട്ടിട്ടെടുത്തു. ഇത് കേട്ടപ്പോൾ എസ്തേർ മൊർദെഖായി ഒരു കാര്യം പറഞ്ഞു, എസ്തേറെ, നീ മിണ്ടാതിരുന്ന ഈ യഹൂദൻ എവിടുന്നെങ്കിലും രക്ഷ വരും. എസ്തേർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ 3 ദിവസം വെള്ളം കുടിക്കാതെ ഉപവസിക്കാൻ പോവാ. കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാതെ ഉപവസിക്കും. നിങ്ങൾ ഉപവസിക്കാൻ പറഞ്ഞു. ഇവർ മുഴുവൻ പേരും കൂടെ ഉപവസിച്ചു ഇല്ലേ? ഉപവസിച്ച് കഴിഞ്ഞപ്പോഴാണ് എസ്തർ എഴുന്നേറ്റ് എവിടെ പോയി? രാജാവിൻ്റെ അടുക്ക പോയി. അവൻ്റെ ടേൺ വന്നിട്ടില്ല, വെളി വന്നിട്ടില്ല, എന്നിട്ടും പോയപ്പോഴാണ് ചെങ്കോല് നീട്ടി തൊട്ടപ്പോൾ, എന്നാലും അവൾ പറയുന്നുണ്ട്, ചെങ്കോല് നീട്ടുമെന്ന് അറിയത്തില്ല, ഞാൻ മരിച്ചാൽ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സന്തോഷം എനിക്കവിടെ പറയാനുണ്ട്. അന്നൊരു ഭാര്യയ്ക്ക് രാജാവിനെ കാണണമെങ്കിൽ, രാജ്ഞിയാണെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കണമായിരുന്നു, ചെങ്കോല് നീട്ടണമായിരുന്നു. സഹോദരിമാരൊന്നും ഓർത്തോണേ, 24 മണിക്കൂർ ഇത് അവൈലബിൾ ആയിട്ടും പോരാന്ന് പറയുന്നവരൊന്നും ഓർത്തോണേ. ആരുടെ? എസ്തേറിൻ്റെയൊക്കെ കാര്യം അല്ലേ? എസ്തേറിൻ്റെയൊക്കെ കാര്യം. ഞാൻ KC1 സാറിൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഇരിക്കുമ്പോൾ ഒരു രസം ഉണ്ടായി. മോള് സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ പപ്പ ഇന്ന് വരെ അമ്മേ എടിയെന്നോ പേരോ വിളിച്ച് കേട്ടിട്ടില്ല, മോളേന്നേ വിളിക്കത്തുള്ളൂ. എനിക്കങ്ങ് സന്തോഷമായി. സാക്ഷിയല്ലേ? ഒരു മോള് പറയുക, കാരണം ഞങ്ങളുടെ ഒരു പാസ്റ്ററുടെ മോൻ ഞങ്ങളിരുന്നപ്പം പറഞ്ഞു, അവിടെ സായിപ്പ് വീട്ടിൽ വന്നപ്പം ചോദിച്ചു, പോകാൻ നേരത്ത് പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ, യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എഡി, ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡി? പാസ്റ്റർ അച്ചാൻ എഡിയെന്ന് വിളിക്കുക. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞെന്ന്, സായിപ്പേ, യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എഡി. അപ്പം ഞാൻ ഓർത്ത്, ഇനി എഡിന്ന് വിളിക്കണ്ട, മോളേന്ന് വിളിച്ചേക്കാം. അപ്പം ഞാൻ മോളേന്ന് വിളിച്ചപ്പോൾ അത് കേട്ടോണ്ടിരുന്നൊരു ചേച്ചി വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി. നിങ്ങൾ കണ്ടുപിടിക്കുക പാസ്റ്ററെ, എപ്പോഴും പ്രിൻസ് പാസ്റ്റർ എന്താ വിളിക്കുക? മോളെ. ആ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ മുൾമുനയിൽ നിന്നപ്പോൾ മോള് രക്ഷിച്ചു. എങ്ങനെയാ? മോള് വന്നിട്ട് പറഞ്ഞു, മമ്മി പ്രിൻസ് പാസ്റ്റർ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മമ്മി വാശി പിടിക്കരുത്. അതെന്നാന്ന് ചോദിച്ചാൽ, പ്രിൻസ് പാസ്റ്റർക്ക് വെളുപ്പാങ്കാലത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മോളെ വിളിച്ചാൽ പിന്നെ 2 മണിക്ക് വിളിച്ചാൽ മതി. നമ്മുടെ പപ്പ അതല്ല, 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞത് വാശി പിടിക്കരുത്. അങ്ങനെ പുള്ളി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഏതായാലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, അന്ന് ഭർത്താവിനെ കാണണമെങ്കിൽ എന്തോ ചെയ്യണമായിരുന്നു? ചെങ്കോല് കാണണം. ഏതായാലും അവൾ ചെന്നു, ചെങ്കോല് നീട്ടി. ചരിത്രം അറിയാം. ആരാ എൻ്റെ കുലത്തെ കൊല്ലാൻ തൊല്ലും നോക്കി. അപ്പം പറഞ്ഞു ഹാമാന. ഒടുവിൽ ഹാമാനെ കൊന്നു. മാത്രമല്ല ഉടനെ കൽപ്പന കൊടുത്തു. എന്താണ്? തുരകങ്ങൾ, ഫാസ്റ്റ് കോഴ്സസാണ് വഴി 127 സംസ്ഥാനം കൊടുത്തു വിട്ടു. തൊട്ട് പോകരുത്, അവരെ തുടരുന്നു മാത്രം
മാത്രമല്ല, അവരെ എതിർക്കുന്നവരെ അവർക്ക് കൊല്ലാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെ 13-ാം തീയതി അവരെ എതിർക്കാൻ വന്നവരെ എല്ലാവരും നശിപ്പിച്ചു. എന്നിട്ട് 14-ഉം 15-ഉം അവരൊരു ഉത്സവമാക്കി. അതാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം. ആ ഉത്സവത്തിൻ്റെ പേരാണ് എന്ത്? പൂരീം ഉത്സവം. ഇന്ന് അവർക്ക് പല പെരുന്നാളുകളുടെ കൂട്ടത്തിലുള്ള ഒരു പെരുന്നാളാണ് പൂരീം. സംഭവം ഇതാണ്: അവരെ കൊല്ലാൻ ചീട്ടിട്ട ദിവസം അവർക്ക് നന്മയുടെ, ഓർമ്മയുടെ, അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റി. എന്തുകൊണ്ട് മാറി? എസ്തേറും കൂട്ടരും 3 ദിവസം എന്ത് ചെയ്തു? ഉപവസിച്ചു. ഇവർ രട്ടെടുത്ത് വെണ്ണീരയ്ക്ക്. പ്രാർത്ഥനയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പ്രാർത്ഥനയെന്ന് വേണേൽ പറയാം, പക്ഷേ ഉപവാസം എന്ന് പറഞ്ഞാൽ അങ്കുലി പരിമിതമായ ആളുകളായിരിക്കും എന്തിനുള്ളത്? ഉപവസിക്കാനുള്ളത്. സത്യമാണോ? സത്യമല്ലേ? കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ഉപവസിക്കുന്ന ദിവസങ്ങളുണ്ടാകാം. പ്രാർത്ഥിക്കണം. സഭയെ തകർക്കാൻ സാത്താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, കുടുംബങ്ങളെ തകർക്കാൻ. പക്ഷെ ദൈവം അതെന്താക്കി മാറ്റും? നന്മയാക്കി മാറ്റും. പ്രാർത്ഥനയും ഉപവാസവും മറക്കരുത്. അതുകൊണ്ടാണ് എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ്റെ അപ്പ ജീവിച്ചിരുന്നപ്പം ധാരാളം പേര് രാത്രി പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമായിരുന്നു. ഞങ്ങളുടെ ഗേറ്റ് അടയ്ക്കത്തില്ല, ഇപ്പോഴും അടയ്ക്കത്തില്ല, കുറ്റിയിടത്തില്ല. കാരണം പ്രാർത്ഥിക്കാൻ ആൾക്കാരെ കൊണ്ടുവരും. ഞങ്ങൾ തമാശ പറയും, എവിടുന്നെല്ലാം കൊണ്ടുവരുന്നറിയാമോ? ഈ വില്ല് പോലെ വളയുന്ന കരയുന്ന പിള്ളേരെയും കൊണ്ടൊക്കെ രാത്രി വരും. എൻ്റെ അപ്പ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഉറക്കത്തിൽ ഒരൊറ്റ ഭത്സനയാണ്, കൊച്ചു ശാന്താകും. അപ്പം ഞങ്ങൾ പറയും, പിശാച് പോയതാണോ പേടിച്ചതാണോ, ഏതായാലും കൊച്ചൊക്കെയാവും, ഏതായാലും കൊച്ചൊക്കെ. എൻ്റെ അടുക്കൽ അങ്ങനെ ഇപ്പം കൊണ്ടുവരത്തില്ല. എനിക്ക് ഈയിടയ്ക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി. ഒരിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ഒരാളെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആലോചിച്ച് കൊണ്ടുവന്നപ്പോൾ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, എവിടെ കൊണ്ടുപോവാ? പ്രിൻസിപ്പാൾ എടുക്കില്ല, ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, അതെന്നാ? പുള്ളി പിശാനെ കണ്ടാലും മോനെ മോളേന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കും, അത് പോത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിയുടെ അപ്പനായിരുന്നപ്പം ശാസിച്ചേനെ. പുള്ളിക്കൊരു ഗർജനമൊക്കെ ഉണ്ടായിരുന്നു, ഈ പുള്ളിക്ക് അതൊന്നും ഇല്ല, അതുകൊണ്ട് ഇത് പോത്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും എൻ്റെ പൊന്നു പ്രിയരെ, ഞങ്ങളുടെ വീട്ടിലൊരു അമ്മച്ചി വന്നു കേട്ടോ, ഒരു നല്ല ചെയ്യും. ഇത് എൻ്റെ അനുഭവമാണ്. രാത്രി അങ്ങ് എരുമേലിക്ക് അപ്പുറത്തുനിന്ന് വന്ന ഓട്ടോറിക്ഷ പിടിച്ച് 2 ഓട്ടോ നിറച്ച് അക്രൈസ്തവരാണ്. അവരവരുടെ എല്ലാ വേഷഭൂഷാദി സംവിധാനങ്ങളോടെയും വന്ന നല്ല മനുഷ്യർ. പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒരു അപ്പച്ചനുണ്ടെന്ന് അറിഞ്ഞ് വന്നതാ. വന്നു, പ്രാർത്ഥിച്ചു. ഇവരുടെ പ്രശ്നം ഡിപ്രഷൻ, വിഷാദം, മിണ്ടത്തില്ല, കഞ്ഞി കുടിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കും. ഏതായാലും പ്രാർത്ഥിച്ചപ്പം ഇവർ കഞ്ഞി തുറന്നു, സംസാരിച്ചു, കഞ്ഞി കുടിച്ചു. ഒത്തിരി ദിവസം കൂടെ സന്തോഷമായി. രാത്രി 12 മണിയാകാറായപ്പോൾ ഇവർ തിരിച്ചു പോകാൻ നേരത്ത് ഇവർ ഞങ്ങളോട് പറഞ്ഞു, ഇനിയും വീട്ടിൽ പോയാൽ ഇതുപോലെ ഉണ്ടായി എന്തോ ചെയ്യും, ഞാനിവിടെ കിടന്നോട്ടെ പാസനേജിൽ. സന്തോഷം. അമ്മ കിടന്നോളം പറഞ്ഞു. അമ്മയെ അവിടെ ആക്കിയിട്ട് അവരെല്ലാം പോയി. ഞങ്ങൾ ഇടയ്ക്കൊക്കെ നോക്കിയപ്പോൾ അമ്മ ഉറക്കുക. വെളുപ്പിനെ എൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് ചായ ഇടാൻ നോക്കിയപ്പോൾ അമ്മ ഉറക്കുക. അന്ന് അമ്മ ഉറങ്ങിക്കോട്ടെ. അവൾ ചെന്ന് പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ചായയും കൊണ്ട് വന്നപ്പോൾ ഇച്ചയെ കാണുന്നില്ല. എല്ലായിടത്തും നോക്കി ഇച്ചയില്ല. അപ്പോൾ എന്നെ വന്ന് വിളിച്ചാൽ ചാച്ചാ ഇച്ചയില്ല. ഞാൻ പറഞ്ഞു, ഇച്ചയെ അവിടെ അങ്ങനെ പേടിക്കാം. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇച്ചയില്ല. പിന്നെ ഇച്ചയില്ല, ഇച്ച റിയാലിറ്റി. രാത്രി വീട്ടിലാക്കി ഇച്ചയില്ല. തപ്പാൻ തുടങ്ങി, എല്ലായിടത്തും തപ്പി. ഞങ്ങളുടെ സഹോദരന്മാരെല്ലാം വന്നു, ഓട്ടം എങ്ങും ഇല്ല, ഇച്ചയില്ല. അവരുടെ വീട്ടിലറിയിച്ചു. 8:30 9 ആയപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ഒരു വണ്ടി ആളിങ്ങോട്ട് വന്നു. അവിടെ ഭർത്താവ് നല്ല കൈക്കരുത്തുള്ളൊരു കുറുകിയ മനുഷ്യൻ ഇങ്ങോട്ടിറങ്ങി. എൻ്റെ അപ്പ ഇങ്ങനെ കസേര കിടക്കുക. പപ്പായുടെ കാലിലോട്ട് തന്നെത്താൻ ഇടിച്ചങ്ങോട്ട് വീണ്ടും ചോദിച്ചു, പാസ്റ്റച്ചായ, അച്ചാൻ ഒരു ഭാര്യയില്ലേ, പിന്നെന്തിനാ എൻ്റെനെ പാത്ത് വെച്ചേക്കുന്നേ? എൻ്റെനെ ഇങ്ങത്താ ഇവിടെ കൊണ്ടു കൊടുക്കാനാ? ഇവരാ ആൾക്കാരായി വരവരാ എന്തോ ചെയ്യും അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർ പറഞ്ഞ് കമ്മ്യൂണൽ റയോട്ടാകും. ഇത് ചെറിയ കാര്യമല്ല. അക്രൈസ്തയായ ഒരാളെ വിശ്വാസഭവനത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനാക്കിയിട്ട് രാവിലെ ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്തൊരു കഴിയാവും? ഉത്തരവാദിത്വം പറയണ്ടേ? ആൾക്കാർ വരാൻ തുടങ്ങി. എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറ. അപ്പോൾ തന്നെ കുറേ പേര് വന്നു. അങ്ങനെ കൊണ്ട് കിടത്തിയത് എങ്ങനെ? ഇത് ഉത്തരവാദിത്വം വേണ്ടേ? ആരും ചോദിക്കാനും പറയാൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കിടത്തുമല്ലേ? വിശ്വാസഭവനത്തിൽ അങ്ങനെ വരുന്നവരെല്ലാം കിടത്താനൊക്കെ നിങ്ങൾ എന്ത് തെറ്റല്ലേ എന്നൊക്കെ ഉപദേശിക്കും. എൻ്റെ മുന്നച്ച പിന്നെ ഉപദേശിക്കും. ഇപ്പം കണ്ടെത്താം, മേല് ചെയ്യത്തില്ല, ഇപ്പം പ്രാർത്ഥിക്കുക കിട്ടണ്ടേ? അപ്പോൾ എന്തോ ചെയ്യാനാ? ഞാൻ പോയി എൻ്റെ ഹോളൊന്ന് പണിയുക. അവിടെ ഒരു സിമെൻറ്റ് വരേണ്ട ഒരു ചകിരിമത്തെ കമന്ന് കിടന്ന് കരഞ്ഞ്, തമ്പുരാനെ കിട്ടിയില്ല, ഞാൻ എന്തോ ചെയ്യും? കിട്ടാതെ ഞാൻ എഴുന്നേക്കത്തില്ല. ഏതായാലും ഒരു ഗുണമുണ്ടായി. അറിഞ്ഞു കേട്ട് വന്ന ഞങ്ങളുടെ മുഴുവൻ അമ്മമാരും ആ ഹോളി കിടന്ന് കരഞ്ഞു, കമന്ന് കിടന്ന് കരഞ്ഞു. ഇച്ചയെ കാണുന്നില്ല. 10:30 11:30 12:30 1 മണി ആകാറായപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് റാന്നിയിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലൊരു കിണർ റോഡിനോട് ചേർന്നുണ്ട്. ഇച്ചിരി വീട്ടിൽ നിന്ന് ഡിറ്റാച്ചഡാ അകന്ന. ആ കിണറ്റിൽ ഒരു സ്ത്രീ കിടപ്പുണ്ടെന്ന് ആരോ പറയുന്നു. എൻ്റെ ഭാര്യ ഓടിയെന്ന് പറഞ്ഞു, അവിടെ ഒരു സ്ത്രീ കിടപ്പുണ്ട്, വരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല. ഇവൾ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇച്ചയ്യ കിണറ്റി കിടപ്പുണ്ടച്ചാ, ചത്തിട്ടില്ല, പോച്ചയെ പിടിച്ച് വിറച്ച് കിടക്കുക. ഞാൻ ഓടിച്ചെന്നു.
കണ്ടു. ഫയർഫോഴ്സ് വന്നു, എടുത്തു, പുറത്തെടുത്തു. ഇച്ചി 1.5 താഴ്ചയുണ്ട്. പൊങ്ങി വന്നൊരു പോച്ചയെ പിടിച്ച് കിടക്കുക. എങ്ങനെയായാലും ഒരു 50-55 കിലോ ഉണ്ട്. 55 കിലോ ഉള്ള ഒരു സ്ത്രീ ഒരു പോച്ചയെ പിടിച്ച് കിടന്ന രാവിലെ 6 മണി തൊട്ട് 6:30 ആയപ്പം തൊട്ട് പോച്ച പറഞ്ഞാൽ താഴെ പോത്തില്ലേ? പറഞ്ഞില്ല പോച്ച. എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. കണ്ടോ, അവിടെ കിടക്കുക. ഇച്ചയെ പുറത്തെടുത്തു. ഞാൻ ഇച്ചയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇച്ച എന്താ പറ്റിയേ? ഈ ഇച്ച എന്നോട് രസകരമായൊരു കാര്യം പറഞ്ഞു. രാവിലെ എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ, നല്ലപോലെ ഉറങ്ങി. മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ റോഡിൽ ഇന്നോട്ട് ഇവർ പറഞ്ഞതാണ്, എന്നോട് പറഞ്ഞു ബാന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പുറകെ പോയി. സുന്ദരി ഒരു സ്ത്രീ. അവിടെ ചെന്ന് അവരെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ആ വീടിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർ കയ്യാലയിലോട്ട് കയറിയിട്ട് എന്നോട് പറഞ്ഞു ബാന്ന് പറഞ്ഞു. അവർ കൈ തന്നു. ഞാൻ കയറി. അവിടെ ചെന്നപ്പോൾ അവർ ആ കിണറിൻ്റെ മേളിൽ ഇങ്ങനെ ചമ്പരപ്പൂട്ടിട്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു ബാന്ന് പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ താണു പോയി വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരുന്നു. ബാന്ന് വിളിച്ച് ഇവരെടുത്ത് ചാടി. അത് ഹലൂസിനേഷനാണെന്ന് സൈക്കോളജി. നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു പോരാട്ട ശക്തി. ഇത് രണ്ടല്ല ഒന്നൊക്കെ തന്നെ. സൈക്കോളജിസ്റ്റ് ഹൈലുസിനേഷൻ പറയും, നമ്മളെന്താ പറയും? പോരാട്ടമാ, അന്ധകാരമാ, ശക്തിയാ. ഏതായാലും ആ ശക്തി ചാടിച്ചതാ. വാർത്ത കൊടുത്തത് ഞാനാ. പിറ്റേ ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു. പത്രക്കാരെല്ലാം വന്നപ്പോഴത്തേന് ഇന്നടത്ത് ഇന്നാടെ ഭാര്യ ബന്ധുവീട് സന്ദർശിക്കുകയും കാൽ വഴുതി കിണറ്റി വീഴുകയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. തീർന്നു, ശുഭം. അല്ലായിരുന്നേ എന്തോ വന്നേനെ. പാസ്റ്റർ വീട്ടിൽ പ്രാർത്ഥിക്കാനാക്കിയ സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിൽ മരിച്ച് സീനിയർ പാസ്റ്ററും മകനും അറസ്റ്റിൽ. ഡമ്മി പത്രം, ചാനൽ, ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും ഉണ്ടായില്ല. ശുഭം, തീർന്നു. പക്ഷേ 5-6 മണിക്കൂർ ഈ കിടക്കുന്ന ഒരു കിടപ്പുണ്ട്. എനിക്കൊരു കാര്യം അറിയാം. ഇന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞാലും തീരത്തില്ലേ? തീർക്കുമോ നോക്കിയില്ലേ? ഇല്ല. എന്തുകൊണ്ടില്ല? ദൈവസഭയുടെ പ്രാർത്ഥന തെയ്തുകളെ തിരുത്തും. സാത്താൻ പ്ലാൻ ചെയ്യും. 2026 നമ്മൾ എന്തുവഴി പോകുമെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ഈ അടുത്തിടെയായിട്ട് പോയതൊന്നും നമ്മൾ അറിയുന്ന വഴിയല്ല. പ്രളയം അറിയോ? ഇല്ല. കോവിഡ് കേട്ടിട്ടെങ്കിലും ഉണ്ടോ? ഇല്ല. 2-3 വർഷം നമ്മൾ കേൾക്കാത്തൊരു വഴിയെ പോയില്ലേ? ഇനിയും എന്തായിരിക്കും എനിക്കറിയില്ല. പക്ഷേ യോശുവയോട് പറയാം, നിങ്ങൾ അറിയാത്ത വഴിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലും ഞാൻ നിങ്ങളുടെ നടുവിൽ അതിശയം ചെയ്യുന്നൊരു ദൈവമുണ്ട്. എങ്ങനെ ചെയ്യും? പ്രാർത്ഥനയും ഉപവാസം കൊണ്ട്. 2026 പ്രാരംഭ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ എന്നെ ദൈവം ഏൽപ്പിച്ച സന്ദേശം ഇത്രയേ ഉള്ളൂ. അധികം പ്രാർത്ഥിക്കണം, അധികം ധ്യാനിക്കണം, കമന്ന് കടന്ന് കരയണം, മുട്ടയിലിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ചാൽ പലപ്പോഴും ദൈവം ഇങ്ങനെ തട്ടി ഉണർത്തും. ഭാവി അനിശ്ചിതത്വത്തിൽ പോയ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു സമയം എനിക്കൊരു ഭയങ്കര ഒരു അൺസർട്ടനിറ്റി ഉണ്ടായി. എന്നോട് പറഞ്ഞു, നിൻ്റെ പരിപാടി എന്താ? എന്നെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വിളിച്ചു ചോദിച്ചു, എന്താ പരിപാടി? ഞാൻ പറഞ്ഞു കർത്താവിലെ വേല ചെയ്യണമെന്ന്. അന്ന് ICP സജീവമായിരുന്നു. പ്രസംഗമല്ലിത്, ഹൃദയം തുറന്ന് പറയുക. അപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഓസ്ട്രേലിയ വിട്ട് പഠിപ്പിച്ചേക്കാം. ഓ ആയിക്കോട്ടെ, സന്തോഷം. ചോദിക്കാതെ കിട്ടിയതല്ലേ, ദൈവതായിരിക്കും. അങ്ങനെ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി ഡൽഹിക്ക് പോയി വിസ എടുത്തു. വിസയ്ക്കുള്ള അപ്ലൈ ചെയ്തു. എല്ലാം വന്നു. മെഡിക്കൽ കഴിഞ്ഞിട്ട് പറഞ്ഞു 2 ആഴ്ച മാക്സിമം 2 വീക്സ് വിസ വരും, പൊക്കോണം, റെഡി. അന്ന് ഒത്തിരി വീടുകളുണ്ട്. എല്ലായിടത്തും പോയി പറഞ്ഞു. എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. ഞങ്ങളുടെ അമ്മച്ചിമാരെല്ലാം എന്നെ വിളിച്ചു. രാവിലെ ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ഡിന്നർ. ഇഷ്ടം പോലെ ഉമ്മ കിട്ടി, ഇഷ്ടം പോലെ പൈസ കിട്ടി. മോൻ പോവില്ലേ? അതെല്ലാം എനിക്ക് സഹിക്കുക. എനിക്ക് ഒറ്റക്കാര്യം സഹിക്കാൻ വയ്യാതെ ഞാൻ അന്നും ഇന്നും എല്ലാം മുണ്ട. എൻ്റെ ഒരു 10-15 നല്ല മുണ്ടുണ്ടായിരുന്നു, അലക്കി തേച്ചത് എടുത്തു കൊടുത്തു. ഓസ്ട്രേലിയ പോവല്ലേ? പോയില്ല. പോകേണ്ട വന്നില്ല. അതങ്ങ് ക്യാൻസലാക്കി. അത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, എന്താട്ട്. പക്ഷേ അന്ന് ഞാൻ 10-16 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കും. മക്കളോട് പറയട്ടെ, ഡിഗ്രി കഴിഞ്ഞാൽ ഒരു 10-20-21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, കട്ടിലേൽ കിടന്നുറങ്ങുമ്പോൾ കാല് ഞാൻ കെട്ടിയിടും. കാരണം എനിക്ക് കെട്ടിയിടുന്നത് എന്തിനാണെന്നറിയാമോ? കാല് വലിക്കുമ്പോൾ ഉണരുമ്പോൾ എഴുന്നേറ്റിരുന്ന് കരയും. കാരണം എനിക്ക് മനുഷ്യനെ ഫേസ് ചെയ്യാൻ വയ്യ. ഉള്ള പറഞ്ഞാൽ ഇറങ്ങാൻ മുണ്ടില്ല. മുണ്ടും കോട്ടനെല്ലാം എടുത്തു കൊടുത്തു. കാരണം ഓസ്ട്രേലിയക്ക് പോവല്ലേ. അടുത്തിടയ്ക്കൊക്കെ എന്നോട് പരിശുദ്ധാത്മാവ് പലൂടെ പറയിച്ചു, നിന്നെ ഞാൻ ഇരുത്തി കരയിപ്പിച്ചു, പ്രാർത്ഥിപ്പിച്ചു. ആ ഇന്ധനം തീരാറായി, ഇനി വേണേ പ്രാർത്ഥിച്ചോണം. ആ ഇന്ധനം തീരാറായി. ഒരു കാര്യം എനിക്ക് മക്കളോടൊക്കെ പറയാനുണ്ട്, ഒക്കുമ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചാൽ ഈ തകർക്കാൻ പിശാച് പദ്ധതി ഇട്ടാലും പൊളിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. പൊളിക്കുന്ന ഒരു ദൈവം. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരമെല്ലാം ഉയർത്തി ഒന്നും പ്രാർത്ഥിച്ച്. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ സാത്താൻ ഉണ്ടാക്കും കേട്ടോ. ഇതായിരുന്നു ഈ പെന്തക്കോസ്തു സഭയെന്ന് പറയുന്നതുണ്ടല്ലോ, അറിയിപ്പുകൾ ആത്മമണ്ഡലത്തിൽ നിന്ന് ദൈവം കൊടുക്കുകയും അതിനെ സ്വീകരിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ശത്രുവിൻ്റെ കോട്ടകളെ ഇടിക്കുകയും ചെയ്യുന്ന ഒന്നിൻ്റെ പേരാണ് പെന്തക്കോസ്ത്.
അതാണ് ദൈവസഭ, അതല്ലേ ദൈവസഭ, അതാണ് ദൈവസഭ അല്ലേ പ്രിയമുള്ളവരെ. എന്നോട് രാവിലെ ഒരു ഞായറാഴ്ച കുറേ വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവൻ വിളിച്ച് പറഞ്ഞു, നീ പെട്ടെന്ന് ലൂക്കോസ് വായിച്ചേ, ഇന്ന അധ്യായം വായിക്കുമ്പോൾ ഒരു വാക്യം നിൻ്റെ സന്നിധി കണ്ണിപ്പെടും, അത് നിന്നോടുള്ള ദൂത. പെട്ടെന്ന് പുള്ളി പറഞ്ഞ അധ്യായം വായിച്ചു. അവിടെ ഒരു വാക്യമുണ്ട്, ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിനും സദാകാലം ഉണർന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പെട്ടെന്ന് സഭയിൽ ഫ്രീഡം ഉണ്ട്, 21 ദിവസം ഉപവാസം വെച്ച് വരുന്നവർ വരിക, പ്രാർത്ഥന ഉപവാസം നടക്കുകയാണ്. നടക്കുമ്പോൾ എല്ലാ നേരവും പറഞ്ഞു പ്രാർത്ഥിച്ച് ഈ വചനം ദിവസം എല്ലാ സെക്ഷനും പറയും. എന്താ ഈ സംഭവിക്കാനുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ഒടുവിൽ സംഭവിച്ചത് 18ാം ദിവസം അന്ന് വൈകിട്ട് എനിക്ക് ഈ എളിയദാസനൊരു കൺവെൻഷന് തിരുവനന്തപുരത്ത് പോകണം. ഞാൻ പോകുമ്പോൾ എനിക്ക് വിളി വന്നു, ഞങ്ങളുടെ സഭയിലെ ഒരു കുഞ്ഞ്, അവന് കൊച്ചി ചെറുക്കൻ, റീസെൻ്റ് മാരീഡ്, 3 മാസമായൊരു കുഞ്ഞ്, അവന് ഈ ഞങ്ങൾ റാന്നിയിലുള്ള ഒരു 3 നില LIC കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പ്ലംബിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ പൊക്കിയ ലാഡർ കയ്യിൽ നിന്ന് പോയിട്ട് അത് ചെന്ന് മെയിൻ ലൈനെ അടിച്ച് ഇവൻ ചത്ത ഇതിൻ്റെ മണ്ടയിൽ നിന്ന് പോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം മരിച്ചെന്ന് പറഞ്ഞ് മാറ്റിയിട്ട്, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഓർമ്മയെ ഡോക്ടർ ആനന്ദ്, നല്ല അദ്ദേഹത്തിന് വീണ്ടും ഒരു ഉൾവളി കൊടുത്തു, CPR, എവിടെ ഒരു അനക്കം, അടുത്ത് കിടന്ന് ആംബുലൻസെ കയറ്റി. ഈ ഡോക്ടർ സാറിന് അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറൊന്നും കൂടെ പോകത്തില്ല, ഇല്ല. ഇദ്ദേഹം ചെറുപ്പക്കാരൻ ചാടി കൂടെ കയറി മുത്തൂറ്റ് വരെ പുള്ളി CPR കൊടുത്തു. ആ ഡോക്ടർ തന്നെ കൊടുത്ത് അവിടെ ചെന്നു. ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്റർ ഇടാം, പക്ഷേ കയറ്റിട്ട് കാര്യമില്ല, ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇടണം, ഇട്ടു. അന്ന് രാത്രി എല്ലാവരും കൂടെ കൂടി കർത്താവ് 18 ദിവസം ഉപവസിച്ചു. ഒഴിഞ്ഞു പോകാൻ താണ്ട് ചത്തു, ICUവിൽ വെന്റിലേറ്ററില്ല, എന്തോ ചെയ്യും. അന്ന് രാത്രി സഭ കിടന്ന് കരഞ്ഞു. ഒരു ഗുണമുണ്ടായി, രാവിലെ അവനെ വെന്റിലേറ്റർ റിമൂവ് ചെയ്തു. പെട്ടെന്ന് ഫാസ്റ്റ് റിക്കവറി, ICUന്ന് മാറ്റി, റൂമിൽ വന്ന ചെറിയൊരു ഓർമ്മപ്പശക, അതും ഒറ്റ ദിവസം കൊണ്ട് റിക്കവറായി. 21 കഴിയുന്നതിന് മുമ്പ് അവൻ ഡിസ്ചാർജായി. പത്രത്തിലൊക്കെ ഈ വാർത്ത വന്ന ഇവൻ നേരെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ചാച്ചാ വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന നടത്തണം. അച്ചാച്ചൻ്റെ ഡേറ്റ് അവൻ തന്നെ എൻ്റെ ഡയറി എടുത്ത് നോക്കി, എൻ്റെ ഡേറ്റിൽ അവൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. ഒരു സ്തോത്ര പ്രാർത്ഥനയല്ലേ. ഞാൻ അവളിയൻ ആ ഒരു ലാഘവത്തിൽ അവിടെ ചെന്നു. പക്ഷേ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പടുതയൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്, മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ പോയി ഒരു ചുറ്റുവട്ടത്തുള്ള മുഴുവൻ പേരെയും വിളിച്ചുകൊണ്ട് വന്നു. നല്ല മനുഷ്യർ, ഒരു ഗ്രാമമാണ്, എല്ലാവരും വന്നു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനിക്കാർ, യാക്കോബക്കാർ എല്ലാവരും വന്നു. എല്ലാവരും കൂട്ടി ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഒത്തിരി പേര്, എനിക്കറിയാവുന്ന നാട്ടുകാരെല്ലാം ഉണ്ട്. സന്തോഷം. അകത്ത് എന്ന് തന്നെ കാണിച്ചു, ബിരിയാണി വേഗം 250 പേർക്കുള്ള ചിക്കൻ ബിരിയാണി. എന്നിട്ട് അവൻ എന്നെ എഴുതി പറഞ്ഞു, സാക്ഷ്യം പറയാൻ അറിയില്ല, പേടിയാ, വിറയ്ക്കും. പക്ഷേ ഞാൻ പറയുന്ന പോലെ ഇന്ന് അച്ചാച്ചൻ പറയണം. എന്താടാ പറയണ്ടേ? കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ എൻ്റെ ബോഡി വെക്കാൻ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫുഡ് കൊടുത്തേനെ, എന്താണ് ബന്നും കാപ്പിയും അല്ലേ വെജിറ്റേറിയൻ ഊണ് മരണ വീട്ടിൽ കൊടുക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഇവിടെ പാടിയനെ സമയാമ്മൻ്റെ രഥത്തി, ഇന്ന് പന്തലിട്ടത് ബോഡി വെക്കാനല്ല, സ്തോത്ര പ്രാർത്ഥന, ഇന്ന് പാടുന്നത് നന്ദിയുടെ പാട്ട്, ഇന്ന് കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണി. കാരണം കൂടെ അങ്ങ് പറഞ്ഞേക്കണം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാ. ഒരു കാര്യം, പിശാച് ഡേറ്റ് എഴുതും, തമ്പുരാൻ നമ്മളോട് അറിയിക്കും. പ്രാർത്ഥിച്ചാൽ എല്ലാ തീയതികൾ തിരുത്തപ്പെടും. ഇന്ന് രാത്രി ഈ പുതുവർഷത്തിൻ്റെ 2026 ജനുവരി മാസം 1-ാം തീയതി എളിവൻ പറയട്ടെ, അധികം പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് തീരുമാനിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ച്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ, ഒന്നൊരൊറ്റ ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിലൊക്കെ രാത്രിയിലൊക്കെ ഒന്ന് തട്ടി ഉണർത്തി എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷേ ഇന്ന് സുഷുപ്തിയിലാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്നത് കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ദൈവസഭയ്ക്കകത്തെ അപജയങ്ങളിലേക്ക് നയിച്ചത്. അധികം പ്രാർത്ഥിക്കുവാൻ, ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ, മുട്ടേരുന്ന് പ്രാർത്ഥിക്കുവാൻ, കമന്ന് വീണ് പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കരമുയർത്തി ഒന്ന് വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു ജെൻസി മക്കളുണ്ട്. ജെൻസി മക്കൾ എന്ന് പറഞ്ഞാൽ 97 to 2010 till now. എങ്കിലും ജെൻസി ടീനേജ് മക്കളോട് ഞാൻ പറയട്ടെ, ഈ പ്രായത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ I can give you guarantee. നാളെ നിങ്ങൾ എന്താകുമെന്ന് no one can predict. നിങ്ങൾ ഡെസ്റ്റിനി നിശ്ചയിക്കുന്നത് സർട്ടിഫിക്കറ്റൊന്നും അല്ല, വേണം അതല്ല. പക്ഷെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് അരമണിക്കൂർ വേദോസ്തം വായിച്ച് പ്രാർത്ഥിച്ചാൽ നാളെ നീ ആരാകുമെന്ന് ആർക്കും, നിൻ്റെ ഭാവിയെ തിരുത്തി എഴുതുന്ന ദൈവമുണ്ട്. ഭാവിയെ അടയ്ക്കാൻ ദുഷ്ടൻ. ചില നല്ല മക്കൾ ഈ കൂമ്പടഞ്ഞ പോലൊക്കെ ആയിപ്പോവും. പക്ഷെ അങ്ങനെയൊക്കെ ആയിപ്പോയ മക്കളൊക്കെ, എനിക്കൊരു പയ്യനുണ്ട്, സാമെന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഒരു കാറ്ററിംഗ് ഉണ്ട്, സാംസ് കാറ്ററിംഗ്. അവൻ്റെ അമ്മ എന്നോട് പറയും, ജീവിതത്തിൽ ആദ്യമായിട്ട് 2 അക്കത്തിൽ
9 കൊണ്ട് ഒന്നക്കം തീരത്തില്ലേ, 2 അക്ക മാർക്ക് അവൻ ആദ്യമായിട്ട് കിട്ടുന്നത് 10ലെ ഫൈനൽ പരീക്ഷയ്ക്കാണ്. അതിനു മുമ്പല്ല അവന് ഒരു ഒറ്റക്ക മാർക്കാണ്. പക്ഷേ അവനൊരു കാര്യം ചെയ്യും, ഹോളി വന്നിരുന്ന് പ്രാർത്ഥിക്കും, തന്നെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അവൻ്റെ അമ്മയും ആഴ്ച ഒരിക്കൽ വന്ന് ഹോള് വൃത്തിയാക്കി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. എങ്ങനെയൊക്കെ ആയാലും അവൻ ബിടെക് പാസ്സായി. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ വീട് പണിതേക്കരുത്. കാരണം അവൻ വീട് പണിത എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. അവൻ ബിടെക്കുകാരനാണ്, സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷെ ഒരു ഗുണമുണ്ട്, ഈ 24ാമത്തെ വയസ്സിൽ അവൻ സ്വന്തം വീടും വെച്ചു, കാറും വാങ്ങി, അറിയപ്പെടുന്നൊരു കേറ്ററായി. ഒറ്റക്കാരിയാണ്. കേറ്ററിങ്ങിന് പോകുന്നതിന് മുമ്പ് ഹോളി വന്ന് പ്രാർത്ഥിക്കും. കേറ്ററിങ് വന്നിട്ടും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. വരുമ്പോൾ അവൻ്റെ വണ്ടി ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ച നിൻ്റെ ഭാവിയെ തിരുത്തുന്ന ഒരു ദൈവകൃപ വ്യാപരിക്കും. ഭാവി തിരുത്തപ്പെടാൻ വേണ്ടിയൊന്നല്ല പ്രാർത്ഥിക്കുക, പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ. അപ്പം ഇവിടെ കുറേ പേരുണ്ട്, പ്രാർത്ഥിച്ചപ്പം പോരാട്ടം അടിച്ചു. ഈ വർഗം ചുമ്മാ പേടിക്കുകയൊന്നും ചെയ്യരുത്, പോരാട്ടം അടിക്കുമെന്നൊക്കെ. ഒരു കാര്യം ഞാൻ പേടിച്ചപ്പോൾ എന്നോട് ദൈവാത്മാ ഒരു കാര്യം പറഞ്ഞു, സിംഹവാലൻ കുരങ്ങനെ തൊടാവോ? ഇല്ല. എന്നാ കാര്യം? വംശനാശം വരുന്ന ഒന്നിനെ തൊട്ടാൽ ആരിടപെടും? ഗവൺമെൻറ് ഇടവും. പ്രാർത്ഥിക്കുന്നവൻ വംശനാശം വരിക, അവനെ ആരും തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. പോരെ, ദൈവം അവനെ കാക്കാൻ സ്വർഗത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ വർഷം അധികം പ്രാർത്ഥിക്കണം. ഞാനും ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ഒരു നിമിഷം കണ്ണടച്ച് എല്ലാവരും വേണമെന്ന് വെച്ചാൽ എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കുക, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം മക്കളെ, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം, തന്നെ ഇരുന്ന് വേദവസം വായിക്കണം. വിത്തൗട്ട് ഇനി എക്സ്റ്റേണൽ കമ്പൽഷൻ. ഞാൻ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി തരാം. അങ്ങനെ നിങ്ങൾ 1 വർഷം പ്രാർത്ഥിച്ചാൽ നിൻ്റെ ബുദ്ധി തെളിയും, നീ പിമ്പനല്ല മുമ്പനാകും. കൂട്ടുകാരി, പരമായി ദൈവം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും, ദൈവം പ്രവർത്തിക്കും. അങ്ങനെ അധികം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് വളരെ ഗൗരവമായ സഗൗരവം ദൈവസന്ധിയിൽ ഈ പുതുവർഷത്തിന് വേണ്ടി നിങ്ങളൊരു 1000 തീരുമാനം എടുത്തു കാണും. മറക്കാത്തൊരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവസന്ധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രാർത്ഥിക്കണം. എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് ഹൃദയത്തിൽ തോന്നുന്നു. പ്രത്യേകിച്ച് എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കുക. എല്ലാവർക്കും പങ്കുചേരാം, പക്ഷേ കുഞ്ഞുങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ള മക്കൾ 5 മിനിറ്റ് 10 മിനിറ്റ് ആകട്ടെ, 10 മിനിറ്റ് 20 മിനിറ്റ് ആകട്ടെ, ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഇന്നേ പ്രാർത്ഥിക്കാൻ. എനിക്ക് പ്രാർത്ഥിക്കണം, അധികം പ്രാർത്ഥിക്കണം. ദൈവസന്ധി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് ദൈവസന്ധി എന്തിനാണ് നമ്മൾ തീരുമാനിക്കുക? ഇത് സ്വർഗം കാണുന്നുണ്ട്, അതിനുള്ള ഓർമ്മ തരും, അതിനുള്ള ആരോഗ്യം തരും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ 1 by 1 ആയിട്ട് എഴുന്നേറ്റ് നിന്നാട്ട് പ്രാർത്ഥിക്കാം. എനിക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് എന്നെ ദൈവം എഴുന്നേൽപ്പിക്കണം. ദൈവശബ്ദം കേട്ട് എനിക്കൊന്ന് എഴുന്നേൽക്കണം, എഴുന്നേറ്റിട്ട് കൂടുതൽ പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കണ്ണുകളെല്ലാം അടച്ച് ഒന്നിരിക്കുമ്പം പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമല്ല. കാരണം ശത്രു തന്നോട് തീയമ്പുകളെ തൊടുത്തു വിടുകയാണ് തകർക്കുവാൻ. ദൈവസന്ധിയിൽ ഇന്ന് രാത്രിയിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ അധികം പ്രാർത്ഥിക്കുവാൻ. എൻ്റെ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നെ തകർക്കുവാൻ, സഭയെ തകർക്കുവാൻ ഒക്കെ പദ്ധതികൾ ഇട്ട് വന്നപ്പോൾ ദൈവം ഇടപെട്ടതും പ്രാർത്ഥിച്ചതും മാറിപ്പോയത് ഒന്നല്ല, 1000 അനുഭവങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയ ഇന്ന് രാത്രി മുഴുവൻ നിന്ന് പറഞ്ഞാലും തീരത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ ദൈവം വലിയ ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലേ ദൈവസഭയുടെ അപജയം മാറത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലേ കുടുംബങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അവർ ഡേറ്റ് എഴുതി 12-ാം മാസം 13-ാം തീയതി പൂരെന്ന ചീട്ടെഴുതിയിട്ടു. എന്നാൽ ദൈവജനം പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ പദ്ധതി പൊളിഞ്ഞ് ഇന്നത് വിലാപം നൃത്തമായി. ഓർമ്മയുടെ ദിവസത്തിലെ അതികഠിനമായൊരു വിലാപമാകേണ്ട ദിവസം അവർക്കൊരു ഉത്സവമാക്കി മാറ്റിയത് ഒറ്റ കാര്യമാണ്. അവർ രട്ടെടുത്ത് ദൈവസന്ധി പ്രാർത്ഥിച്ചു. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ തീരുമാനങ്ങൾ ദൈവം കാണട്ടെ. എങ്കിലും പ്രതികരിച്ചവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, 2026 ഞങ്ങളെ കാത്തിരിക്കും. ഞങ്ങൾ ഇതുവരെ പോകാത്തൊരു വഴിയിലൂടെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇന്ന് വരെ പോകാത്തൊരു വഴിയിലൂടെയാണ് പോകുക. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, ആ വഴിയാത്രയിൽ ഞങ്ങൾക്ക് അപരിചിതമുള്ളൊരു വഴി. പക്ഷേ അതിനകത്ത് കാത്തിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. നിന്ന് ഞങ്ങൾ അറിയുന്നു ഇതിനെയെല്ലാം എന്ത് പദ്ധതികൾ ശത്രുലോകം, ആത്മമണ്ഡലം, കർത്താവ്, ഇരുട്ടിൻ്റെ ലോകം മെനഞ്ഞാലും അതിനെ തകർക്കാൻ കഴിയുന്ന ഒരു ആയുധം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിൻ്റെ ആയുധം കർത്താവെ, അത് പോരിൻ്റെ ആയുധം. ജഡീകങ്ങളല്ല, കോട്ടകളെ ഇട്ടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അതിനുള്ള ആരോഗ്യം തരണം, അതിനുള്ള ഓർമ്മ തരണം, അതിനുള്ള ആരോഗ്യം തരണം, അതിനുള്ള ഓർമ്മ തരണം, അതിനുള്ള ആരോഗ്യം തരണം, അതിനുള്ള ഓർമ്മ തരണം. ഓർമ്മയുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ ഒക്കുള്ളല്ലോ കർത്താവേ. പലപ്പോഴും ഓർമ്മയില്ലാതെ പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർ പ്രാർത്ഥിച്ചവരായിരുന്നു, അവർ പേര് പറയുന്നില്ല, അവർക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്ക് ഓർമ്മ തന്നാലേ പ്രാർത്ഥിക്കാൻ ഒക്കത്തുള്ളല്ലോ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഓർമ്മ തരണമേ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ ഒക്കത്തുള്ളല്ലോ. ദൈവസന്ധി ഇരിക്കാനുള്ള ആരോഗ്യം തരണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ വീതിയുടെ തലയ്ക്കൽ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്ധി കൈമലർത്താൻ ഞങ്ങളുടെ തലയെ വെള്ളവും ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരുമാക്കുന്ന ഒരു വർഷമായി മാറ്റണമേ. ഞങ്ങളുടെ തലയെ വെള്ളവും ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരുമാക്കുന്ന ഒരു വർഷമാക്കി മാറ്റണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കുടുംബങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നേരെ, അവരുടെ സ്വഭാവത്തിന് നേരെ, അവരെ തകർക്കുവാൻ ഒരുക്കുന്ന സകല ട്രാപ്പുകളെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് യേശുവിൻ നാമത്തിൽ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കിയ സകല പദ്ധതികളും പൊളിയുന്ന രാത്രിയായി മാറട്ടെ. അധികം പ്രാർത്ഥിക്കുവാൻ മക്കളെ ബലപ്പെടുത്തണമേ. കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ, കൂടുതൽ വചനം വായിക്കുന്നവരായി മാറട്ടെ. അങ്ങനെ ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാൽ, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കിയാൽ, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുക എന്നുള്ള വചനം നിറവേറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുള്ളവരെ ഒന്ന് കരമുയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. അത് രോഗമാകട്ടെ, അത് പ്രയാസമാകട്ടെ, ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വരുന്ന ഒരു പ്രതിസന്ധി ആകട്ടെ, എനിക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്നുള്ളവർ ലൈവിൽ കാണുന്നവർക്കും പങ്കുചേരാം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ഒരു ആത്മനിയോഗത്തിൽ എളിവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ള എൻ്റെ ദൈവത്താൽ ഇപ്പോൾ ഒരു അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി നടക്കട്ടെ. ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യശക്തി വ്യാപരിക്കണമേ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞ ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. രോഗിയുടെ മേൽ ദൈവത്തിൻ്റെ തുളയ്ക്കപ്പെട്ട കരം വെക്കണമേ. കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. പ്രത്യേക ഒരു ദൈവശക്തി, ഈ കർത്താവെ സൗഖ്യശക്തി ഈ വ്യക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തോടെ ക്രിസ്തുവേശു പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവ മഹത്വം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് അവൻ്റെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ സമ്പന്നരാകണമെന്ന് ഞങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ ഈ മക്കൾക്ക് വേണ്ടി ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ചില സബ്ജക്റ്റുകൾ പേടിയുള്ള പാടുള്ള മക്കൾ, ബുദ്ധിയിൽ പുറകിലായ മക്കൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, നിങ്ങൾ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിച്ചാൽ തരുമെന്ന്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നോക്കി പ്രാർത്ഥിച്ച് പറയുന്നു, എഫെത്ത തുറന്നു വരട്ടെ, സ്വർഗം അവർക്ക് വേണ്ടി തുറക്കട്ടെ, അവരുടെ ബുദ്ധിമണ്ഡലം തുറക്കട്ടെ, അവരുടെ പഠന മണ്ഡലങ്ങളിൽ ദൈവികമായ മാറ്റം ഉണ്ടാകട്ടെ. അവർ പിൻപരല്ല മുൻപരായി മാറട്ടെ, അവർ പിൻപരല്ല മുൻപരായി മാറട്ടെ, അവർ പിൻപരല്ല മുൻപരായി മാറട്ടെ. കർത്താവെ ദൈവസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ അതിരുകൾ വിശാലമാകട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 144 നിന്റെ ആയിരങ്ങൾ, നിന്റെ ആടുകൾ 1000-ആയും 10,000-ആയും പെറ്റുപെരുകും. യേശുവിൻ്റെ നാമത്തിൽ എണ്ണത്തിലും ഗുണത്തിലും സഭ വളരുന്ന കർത്താവ് എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും അതിരുകൾ വിശാലമാകുന്ന, ഇടത്തോട്ടും വലത്തോട്ടും പരക്കുന്ന വർഷമായി മാറട്ടെ. ദൈവസഭയിൽ ആരോഗ്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാവുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് 4 ദിക്കിലേക്കും കരം നീട്ടി പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നാം എല്ലാം ഈ ജില്ലയിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷം പേരും. വടക്കിനോട് തിരിക, തെക്കിനോട് തടഞ്ഞു വെക്കരുത്, കിഴക്ക് പടിഞ്ഞാറൊന്ന് ശേഖരിക്കുക. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി 4 ദിക്കിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞും
ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2026 ഒരു കൊയ്ത്തിൻ്റെ വർഷമാകും. ഈ ജില്ലയിൽ വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് വിതച്ച നൂറുകണക്കിന് ദൈവദാസന്മാർ ദൈവമക്കൾ ഈ ജില്ലയിലുണ്ടെങ്കിൽ കറ്റ ചുമന്ന് ആർപ്പോട് വരുന്ന ഒരു ദിവസങ്ങളുണ്ടാകും. അതെങ്ങനെ സംഭവിക്കും? സൈന്യത്താൽ അല്ല, ശക്തിയാലെ അല്ല, എൻ്റെ ആത്മാവിനാൽ. 4 ദിക്കിലേക്കും കരം നീട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവെ വലിയ ഒരു ഉണർവ് ഈ ജില്ലയിൽ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഒരു ദൈവമഹത്വം ഉണ്ടാകണം. ഇവിടെയുള്ള മുഴുവൻ സഭകളും വളരണം. ഇവിടെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ആത്മഹത്യകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒഴിഞ്ഞു പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചകൾ ഒഴിഞ്ഞു പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങൾ കർത്താവെ, പ്രായപൂർത്തിയാകാത്ത മക്കൾ അപകടങ്ങളിൽ പെട്ട് മരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ, കത്തിക്കുത്തുകൾ, സംഘർഷങ്ങൾ, വർഗീയ ലഹളകൾ ഈ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കട്ടെ. ഈ ജില്ലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവമക്കൾ ഈ 1-ാം തീയതി 2026 ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വലിയ ഉണർവ് ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജില്ലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ആഗോള ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള ഒരു വലിയ ഉണർവിന് വേണ്ടി ഞങ്ങളെ പ്രാപ്തരാക്കണം. അതിനുവേണ്ടി ഉണർന്ന് പ്രാർത്ഥിപ്പാൻ, കൊയ്ത്തിനായി ഒരുങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നോട് ഒരു അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നോട് വളരെ ഒരു ചെറുപ്പക്കാരനായ ഒരു ദൈവദാസൻ ഒരാളെക്കുറിച്ചൊരു ദൈവാത്മാവിൻ്റെ കാര്യം പറഞ്ഞു. ഒരു സമയത്ത് അദ്ദേഹം ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ദാസനാണ്. എന്നാൽ ആ സ്ഥലത്ത് വീണ്ടും ഒരു ഉണർവുണ്ടാകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു വെളിപ്പാട് കണ്ടു. അദ്ദേഹം മുണ്ട് മടക്കി കുത്തി ഉണർവിന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. ഇന്നത് സംഭവിച്ചു. പിന്നത്തേത് ഞാനത് കണ്ടു. അന്ന് ഞാൻ തൊട്ടൊരു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഉണർവിന് ഒരിക്കലും മുഖം തിരിയുന്ന ഒരു ദിവസം എനിക്കുണ്ടാകരുത്. ഉണർവിന് മുഖം തിരിഞ്ഞ് നിൽക്കാതെ ഉണർവിൽ പങ്കാളിത്തം ലഭിക്കുന്നവനായി മാറണം. അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചു. നമ്മൾ വിചാരിച്ചാലും നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യഥാർത്ഥമായ വചനാധിഷ്ഠിതമായ ഒരു യഥാർത്ഥ പാപബോധത്തോടു കൂടിയ ഇളക്കിപ്പിരിപ്പൊന്നും അല്ലാത്ത നിലനിൽക്കുന്ന ഒരു ഉണർവ് ഈ ജില്ലയിൽ ഉണ്ടാകും. അതിനുവേണ്ടി ഉപവസിക്കുന്ന നൂറുകണക്കിന് ദൈവമക്കളെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഈ ജില്ലയിൽ ഇരുന്ന് ഉപവസിക്കുന്നവരെ എളിവൻ വളരെ പലയിടത്ത് വെച്ച് കണ്ടു. അങ്ങനെയെങ്കിൽ കരഞ്ഞ് വിതച്ച ആയിരങ്ങളുടെ കണ്ണീരിൻ്റെ ഫലമായി ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റക്കാര്യം പ്രാർത്ഥിച്ചോണം. അന്ന് ഞാൻ തിരിഞ്ഞു നിൽക്കരുത്. എനിക്ക് ഉണർവിലൊരു പങ്കാളിത്തം വേണം. ഞാൻ മാത്രം പോരായല്ലോ, എൻ്റെ പങ്കാളി വേണം. പോരായല്ലോ, എനിക്ക് ദൈവം തന്ന മക്കൾ ആ ഉണർവിൽ കാണണോ, എനിക്ക് ദൈവം തന്ന കൊച്ചുമക്കൾ ആ ഉണർവിൽ കാണണോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അന്ത്യകാല ആഗോള ഉണർവിൽ ഞാൻ കാണണം. ഞാൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ കാണണം. ഒരിക്കലും എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ ഉണർവിൽ തിരിഞ്ഞു നിൽക്കാൻ ഇടയാകാതെ ഉണർവിൻ്റെ ഭാഗമായി നിൽക്കുവാൻ ദൈവം ഇടയാക്കണം എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വർഷത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം ചൊരിയട്ടെ. പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഒരു കാര്യം, പ്രാർത്ഥന ഏത് തീയതികളെ തിരുത്തും. അദൃശ്യ മണ്ഡലങ്ങൾ എഴുതിയിടുന്ന തീയതികളെ തിരുത്തുന്ന അതിശക്തമായ ഒരു ആയുധമാണ് പ്രാർത്ഥനയും ഉപവാസവും. അതുകൊണ്ട് ഈ വർഷം അധികം പ്രാർത്ഥിക്കാം, അധികം ഉപവസിക്കാം. സർവശക്തൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.